ഒരു 3-4 മിനിറ്റ് ആളുകൾക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിള്ളേര് ഷവർ എന്ത് ചെയ്തിട്ടുണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലും. മൈക്ക് ഓഫ് ചെയ്യണേ എല്ലാരും. ഹലോ, ക്ലിയർ ആണോ? ഓക്കെ ആണ്, ഓക്കെ ആണ്. ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം, ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിലോ. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ആക്കാവോ? ബുദ്ധിമുട്ടുള്ളവര് ചാറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ആക്റ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരായിട്ട് ജോയിൻ ആക്കുന്നുണ്ട്. ഹായ് ഷിറിൻ, വീഡിയോ മോഡിൽ വരാൻ ഹബീബ. പറ്റുന്നവർ കേട്ടോ. ഹബീബ് പലരും പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് മാറ്റി വെച്ച് വന്നിട്ടുണ്ട്. പല തിരക്കുകളും മാറ്റി വെച്ച് വന്നിട്ടുണ്ട്. ഹലോ ഹലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ? ഒരു 5 മിനിറ്റ് ആയില്ലേ? 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്താലോ? ഓക്കെ.
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓരോരുത്തരായിട്ട് വരട്ടെ കേട്ടോ. കമന്റ് ബോക്സിൽ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ഓഡിയോ കറക്റ്റാ. സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പൊ ഗുഡ് ഈവനിങ് ടു ആൾ. ഫസ്റ്റ് തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് റാഹില, വീട് പാലക്കാടാണ്. അപ്പോ ലേറ്റ് ആക്കിയതിന് സോറി ഒന്നാമത് തന്നെ. ദെൻ മാജിദ് സാറിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എങ്കിലും നമ്മൾ മുഖേന വന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. രാഹിൽ പ്ലീസ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ട്. വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ട് സംസാരിക്കും. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്നിപ്പോ ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബ്രേക്ക് ആവുന്നതോ ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആളിന്ന് ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്. ആള് ജേണി കൂടെ ഷെയർ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാവരും എന്തെങ്കിലും നോട്ട് പാഡ് എന്തെങ്കിലും കയ്യില്. ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ഓഡിയോ ഓക്കെ ആയിട്ടുണ്ട്. വീഡിയോ ഓൺ ചെയ്യുന്ന സമയത്ത് റേഞ്ചിന്റെ ഇഷ്യൂ ആണ് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക്. കൃഷ്ണ, നമ്മൾ കണ്ടിന്യൂ ചെയ്യോ? സോറി, രാഹിക്ക് റേഞ്ച് ഇഷ്യൂ കാരണം അവള് ലെഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് മാജിദ് സാറാണ്. എല്ലാവർക്കും അറിയണ്ടാവും, ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഇപ്പൊ ഫെയിമായി കയറി വരുന്ന ഒരു സ്ഥാപനമാണ്. നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു സ്ഥാപനമാണ് മാജിക് യൂണിക്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടുത്തെ ഫൗണ്ടറാണ്. നമ്മള് കോണ്ടാക്ട് ചെയ്ത സമയത്ത് യാതൊരു മടിയില്ലാണ്ട് ഫസ്റ്റ് തന്നെ ഓക്കെ ഞാൻ എടുക്കാലോ എന്ന് പറഞ്ഞ ആള് വന്നിട്ടുണ്ട്. ആള് സ്റ്റോറി ഒരു ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സക്സസ് ആയി മുന്നോട്ട് വന്ന ഒരാളല്ല. ജീവിതത്തിന്റെ വീണിടത്തുനിന്ന് വീണ്ടും എണീറ്റ് വന്നിട്ടുള്ളതാണ്. സാറിന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരിക്കും. ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, പിന്നീട് മെന്റലിയുമായി ബന്ധപ്പെട്ട് സാർ അതും അതിന്റെ ട്രോമയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതൊക്കെ സക്സസ് ചെയ്ത് വന്ന് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് PhD ട്രെയിനിങ് എന്ന ഫീൽഡിലോട്ട് ഇറങ്ങിയ ഒരാളാണ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളും കേൾക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. അപ്പൊ സാറിനെ നമ്മള് സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യുന്നു. വെൽക്കം സാർ. താങ്ക് യു സോ മച്ച് മിസ്ന. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ ഒരു വെബിനാറിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ടീം മെമ്പേഴ്സ് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക് യു അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. അപ്പം റാഹില, അതേപോലെ മിസ്ന, യദു, കൃഷ്ണ, ആബിദ് ഇവിടെ കാണുന്നുണ്ട് കുറച്ച് ആൾക്കാരെ ടീം മെമ്പേഴ്സിന്. അപ്പം ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാവർക്കും ഓഡിബിൾ ആണോ? ഇവിടെ ഒരുപാട് ആൾക്കാർ ഓക്കെ. കഴിയുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വന്നാൽ ഒന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ആളുകളൊക്കെ പരിചയപ്പെടുകയൊക്കെ ചെയ്യാലോ. ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണ് അധികം ഇതിലുള്ളത്. പൈസ ഒന്നുമില്ല. ഏതായാലും കഴിയുന്ന ആൾക്കാരൊന്ന് വീഡിയോ മോഡിൽ വന്നാൽ പറ്റുന്നവര് പ്ലീസ്. ഓക്കെ. എന്നാലും പല തിരക്കിൻ്റെ ഇടയിലും തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഇവിടെ നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നതിന് എല്ലാ പാർട്ടിസിപ്പൻസിനോടും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എൻ്റെ പേര് ഹഫ്സൽ മാജിദ് എന്നാണ്. ഞാനൊരു യുണീക്നെസ് കോച്ചാണ്. യുണീക്നെസ് കോച്ച് എന്ന് പറയുമ്പം ഇതുവരെ കേൾക്കാത്തൊരു ടൈപ്പ് ഓഫ് കോച്ച് ആയിരിക്കും. അധികം ആൾക്കാർക്കും ലൈഫ് കോച്ച് കേട്ടിട്ടുണ്ടാവും, കരിയർ കോച്ച് കേട്ടിട്ടുണ്ടാവും.
അപ്പം എന്താണ് ഈ യുണീക്നെസ് കോച്ച് എന്നും ഞാൻ എങ്ങനെയാണ് ഈ ഫീൽഡിൽ എത്തിപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏഹ് എൻ്റെ എൻ്റെ ജസ്റ്റ് ഞാൻ എൻ്റെ ലൈഫ് ഒന്ന് ഇവിടെ പറയാം. അപ്പൊ ആളുകൾ കണക്ട് ചെയ്യാൻ പറ്റും തോന്നി. ഇതേപോലെ പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരും ഇവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ലൈഫ് ഒന്ന് പറയാം. ഞാൻ പഠിച്ചതൊക്കെ BCom, MCom, MBA, ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ കുറച്ച് കോഴ്സുകളൊക്കെ ആയിരുന്നു പഠിച്ചത്. പിന്നെ ജനിച്ചു വളർന്നതൊക്കെ കോഴിക്കോട് മടവൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞ് ദുബായിൽ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലിക്ക് കയറി. ഇങ്ങനെ 2 വർഷം അവിടെ വർക്ക് ചെയ്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, പിന്നീട് വേറൊരു കമ്പനിയിലേക്ക് മാറി കയറി ഒരു ഇന്റേണൽ ഓഡിറ്റർ ആയിട്ട്. റൊട്ടാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഗ്രൂപ്പ് ആയിരുന്നു. അവിടെ ഇന്റേണൽ ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു. എങ്ങനെ ഇപ്പൊ പറയുകയാണെങ്കിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സമയമായിരുന്നു. പെട്ടെന്നാണ് ഒരു പ്രാവശ്യം ഞാൻ ലീവിന് നാട്ടിൽ വന്ന സമയത്ത് ഞാൻ 2 വർഷം വർക്ക് ചെയ്ത ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്ത് കല്യാണം കഴിഞ്ഞു. പിന്നെ അടുത്ത ജോബിന് കയറിയ സമയത്ത് അവിടുന്ന് ലീവിന് വന്ന സമയത്താണ് ഒരു മേജർ കാർ ആക്സിഡന്റ് നടക്കുന്നത്. കാർ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ബസ്സിന് പോയി ഇടിച്ചായിരുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു കാറിൽ. അങ്ങനെ അവിടുന്ന് എന്താ പറയുക, അതുവരെ ഉണ്ടായിരുന്ന ഒരൊറ്റ ഒരു ആക്സിഡന്റോട് കൂടിയിട്ട് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് അങ്ങ് നഷ്ടപ്പെട്ട പോലെ. ഒരു 2-3 മാസത്തിനുള്ളിൽ എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മൂക്കിന്റെ പാലം പൊട്ടി. അങ്ങനെ മുഖത്തും മൂക്കിനൊക്കെ ആയിരുന്നു, തലക്കുമൊക്കെ ആയിരുന്നു പരിക്കുകൾ പറ്റിയിരുന്നത്. മൂക്കിന്റെ പാലം പൊട്ടി, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് ഗൾഫിലേക്ക് തന്നെ 2 മാസം റെസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയ സമയത്ത് സിസ്റ്റത്തിൽ നോക്കി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ ആ സമയത്ത് തലവേദനയും തലകറക്കവും ഒട്ടും അതിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന്. അങ്ങനെ എന്താ പറയുക, ആരോഗ്യത്തിനെ ബാധിച്ച്, ജോലിനെ ബാധിച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും ലൈഫിൽ ഏറ്റവും ബ്രോഡർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 4 തരത്തിലുള്ള ഡയമെൻഷൻസ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മുടെ ആരോഗ്യം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ആരോഗ്യം. പിന്നെ നമ്മളെ കുടുംബം. പിന്നെ നമ്മുടെ കരിയർ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസ് അല്ലെങ്കിൽ വെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ. 4ാമതും സ്പിരിച്വാലിറ്റി. ഈ 4 കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡിങ് ആയിട്ടാണ് അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടാണ് എല്ലാവരുടെ ലൈഫും കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു ആക്സിഡന്റോട് കൂടിയിട്ട് നഷ്ടപ്പെട്ട എന്തൊക്കെ വെച്ചാൽ ആരോഗ്യത്തിനെ ബാധിച്ചപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ജോലി നഷ്ടപ്പെട്ട്. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട സമയത്ത് പിന്നെ ആ സമയത്ത് കൊറോണ പീരീഡ് ആയിരുന്നു. കൊറോണ പീരീഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ ആക്സിഡന്റ് പറ്റിയ കാര്യങ്ങളൊക്കെ മാറിയ സമയത്ത് തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വേറെ ജോലി കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ഇങ്ങനെ ആ കൊറോണ സമയം ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നാട്ടിൽ ഒരു ഫ്ലോർ മിൽ അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ ഉണ്ടാക്കി വിൽപ്പനൊക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ്. ഒരു ഫ്ലോർ മില്ലാണ്. റൈസ് ആൻഡ് സ്പൈസ് പൗഡേഴ്സ് ഒക്കെ, നമ്മളെ മുളക് പൊടി, മല്ലിപ്പൊടി, പത്തിരിപ്പൊടി അങ്ങനത്തെ ഒക്കെ വിൽപ്പനൊക്കെ നടത്തുന്ന ഒരു ഷോപ്പിൽ ഞാനൊരു ഡെലിവറി ബോയ് ആയിട്ട് കയറി. അവിടെ പൊടിക്കാനും അതേപോലെ ആ സമയത്ത് എല്ലാ കാര്യങ്ങളും വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവിടെ ഡെലിവറി ബോയ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യൊക്കെ ആയിരുന്നു കുറച്ചു കാലത്തോളം. അവിടെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആദ്യത്തെ രീതിയിലുള്ള ഫിനാൻസ് അല്ലെങ്കിൽ വരുമാനം കാര്യങ്ങളൊക്കെ കുറയാൻ തുടങ്ങി. പണ്ടത്തെ പോലെ അല്ല. ഓൾറെഡി മാരീഡ് ആണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ ആ സമയത്തുള്ള വൈഫിനാണെങ്കിൽ ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കുറച്ചൊരു സ്റ്റാൻഡേർഡ് കുറവുള്ള ജോലിയാണല്ലോ. ആളൊരു ഫാർമസിസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് വന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഡിവോഴ്സും ആയി എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൈഫിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 4 ഡയമെൻഷനിലും വെറും 3 മാസത്തിനുള്ളിൽ
നല്ല രീതിയിൽ ജോലിയും കുടുംബവും അല്ലെങ്കിൽ ആരോഗ്യവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ ടോട്ടലി ഇങ്ങനെ അടിയിലായി പോകുന്ന പറയാം, അതേപോലെ അങ്ങ് സംഭവിച്ചു. എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ നീറും, അത് സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ മൂന്നെണ്ണത്തിന് മാത്രമല്ല, ആരോഗ്യവും അല്ലെങ്കിൽ നമ്മുടെ കരിയറും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ മാത്രമല്ല ബാധിച്ചത്. ഞാൻ കുഴപ്പമില്ലാണ്ട് പ്രാർത്ഥനയോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാനിങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി, എന്തിനാ പഠിച്ചോനെ, എന്തിനാ ദൈവമേ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഒരുപാട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പല പല ആവശ്യമില്ലാത്ത ഡ്രഗ്സും ആൽക്കഹോൾ പല സംഭവങ്ങളിലും പോകുന്നുണ്ട്. അവർ പല പല കളികൾ കളിക്കുന്നു, അവർക്കൊന്നും ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ദൈവത്തിന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പൊ ദാറ്റ് മീൻസ് എൻ്റെ വിശ്വാസത്തിനെയും അത് ബാധിച്ചു. 4 ഡയമെൻഷനിലും എൻ്റെ ലൈഫിനെ അത് ബാധിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം മില്ലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അധിക ദിവസങ്ങളിലും വീട്ടിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും, കരയും. രാത്രി വീട്ടിൽ ആരും കാണൂല, പക്ഷെ ഇങ്ങനെ രാത്രി വീട്ടിലിരുന്ന് ഇങ്ങനെ കരയും. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്, എല്ലാം നഷ്ടപ്പെട്ടില്ല ഒരു ചെറിയൊരു സമയം കൊണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ. ആ സമയത്ത് ഭയങ്കര ഒരു മാനസികമായിട്ട് തളർന്നു പോയൊരു സമയം ഉണ്ടാവും. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് കൂടാണ് വന്നതെങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും ഇതേപോലുള്ള എക്സ്പീരിയൻസുകൾ പല രീതിയിൽ വന്നിട്ടുണ്ടായേക്കാം. ഇപ്പം എന്ത് ടൈപ്പിലാന്നുള്ളത് അവരവർക്ക് തന്നെ അറിയും, കാരണം ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ആ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്ത. പിന്നെ അതിന് ശേഷം എനിക്ക് കുറെ ഇങ്ങനെ കരയുകയും കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയ സമയത്താണ് ഒരു തോട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. ഇപ്പം ഇത്രയും എല്ലാം കൂടെ എൻ്റെത് ഇങ്ങനെ അടിയിലേക്ക് കൊണ്ടുപോയി എന്നെ ഇങ്ങനെ വിഷമത്തിലാക്കാനാണെങ്കിൽ എന്നെ എന്തിനാ പിന്നെ ജീവിപ്പിച്ചത്? ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ പിന്നെ എത്രത്തോളം വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നൊരു തോട്ട് വരാൻ തുടങ്ങി. ആ തോട്ട് വന്നതിന് ശേഷം ആ തോട്ട് വന്ന് മൈൻഡൊക്കെ ഇങ്ങനെ എന്താ പറയുക, ആകെ ഒരു തളർന്നിരിക്കാന്ന് പറയില്ല, ഒന്നിനും പറ്റാതെ ജോലിക്ക് പോവുകയാണെങ്കിലും ഒക്കെ മൈൻഡ് ഇങ്ങനെ വിഷമവും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടതിന്റെ വിഷമവും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഒരു മൈൻഡ് റിലേറ്റഡ് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. അതിന്റെ പേര് ഗൈഡ് കോഡ് എന്നായിരുന്നു. അപ്പം എനിക്കറിയാം മിസ്ന ഇവിടെ ഉണ്ട്, ഗൈഡ് കോഡൊക്കെ അറ്റൻഡ് ചെയ്ത ആളാണ്. ആ ഗൈഡഡ് കോഡ് അറ്റൻഡ് ചെയ്തതിന് ശേഷമായിരുന്നു ടോട്ടലി മൈൻഡ് ഇങ്ങനെ മാറാൻ തുടങ്ങി. പിന്നീട് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയത് എനിക്കും കുറെ കഴിവുകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തിനപ്പം പഴയ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പം കഴിഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെ വിഷമിച്ചിരുന്നതുകൊണ്ട് എനിക്ക് ഇപ്പം അതിൽ ഒന്നും മാറ്റങ്ങൾ വരുത്താനൊന്നും കഴിയില്ല. അത് കഴിഞ്ഞ് പിന്നെന്താണ് ഇനി എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ ഫാമിലി ലൈഫ്, എൻ്റെ കരിയർ, എൻ്റെ അല്ലെങ്കിൽ എൻ്റെ വെൽത്തിന്റെ റിലേറ്റഡ് കാര്യങ്ങൾ, എൻ്റെ ആരോഗ്യം കാര്യങ്ങൾ, അതിങ്ങനെ ആലോചിച്ച് മുന്നോട്ടുള്ള ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളും ആലോചിച്ച് നിന്നതുകൊണ്ട് കാര്യമില്ല. ദാറ്റ് മീൻസ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സ്ട്രെസ് അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാവും എപ്പോഴാന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിൽ പാസ്റ്റിൽ മുന്നേ നമ്മുടെ പഴയ കാലത്തിൽ നടന്നിട്ടുള്ള വിഷമങ്ങളെ കുറിച്ചുള്ള ഒരു സ്ട്രെസ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഭാവിനെ കുറിച്ചുള്ള ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു സ്ട്രെസ് ഉണ്ടായേക്കാം. പക്ഷെ അത് രണ്ടും അല്ലാണ്ട് അതിന്റെ നടുവിലൊരു സംഭവമുണ്ട്, ഇങ്ങനെ പ്രസന്റ്, അല്ലെങ്കിൽ നമ്മൾ അതിന് മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫ് പ്രോസ്പറസ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യണമെങ്കിൽ ഈ നിമിഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ തേടിയത് എന്നെ മരിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്നെ ജീവിപ്പിച്ചതിന് എന്തോ ഒരു കാരണം ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു പേർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിരയാൻ തുടങ്ങി. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാനും അതിനു വേണ്ടി പരിശ്രമങ്ങൾ നടത്താനും ബുക്കുകൾ വായിക്കും. അതുവരെ ജീവിതത്തിൽ ഒരു ബുക്ക് പോലും വായിക്കാത്ത മനുഷ്യനാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഖുറാൻ എടുത്ത് ഓതുമായിരുന്നു, പക്ഷെ അതിന്റെ അർത്ഥങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ ഒരു ബുക്ക് പോലും ഞാൻ അതുവരെ വായിച്ചിട്ടില്ല. ചിലപ്പം ചെറുപ്പത്തിൽ ബാലരമയെ കളിക്കുട്ടി അങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു ബുക്ക് പോലും എപ്പോഴെങ്കിലും പത്രം എടുത്ത് നോക്കുന്നുണ്ടാവും, അല്ലാതെ
അതിനുശേഷം ഞാൻ ചെറുങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ ബുക്സ് വായിച്ചു തുടങ്ങി, സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിച്ചു തുടങ്ങി. പിന്നെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞ സമയത്താണ് കൊറോണയൊക്കെ ഒന്ന് കൊറോണയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇവിടെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് വീണ്ടും ഞാൻ ദുബായിലേക്ക് തന്നെ തിരിച്ചുപോയി. അപ്പോഴും ഞാൻ ആ മൈൻഡ് റിലേറ്റഡ് പ്രോഗ്രാമിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അപ്പം അത് അറിയുന്നവർക്ക് അറിയും. ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ആ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയാം, അതിന്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് ദുബായിൽ തന്നെ വിസിറ്റിന് പോയി. അപ്പോൾ ഓൾറെഡി അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പിന്നെ ക്വാളിഫൈഡ് ആണ്, PG കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഞാൻ വീണ്ടും ജോലിക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് ഇന്റർവ്യൂ, കുറേ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴേ ഒരു ഇന്റർവ്യൂ കൊടുക്കൂ. അങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്ത് 10ഓളം ഇന്റർവ്യൂക്ക് ഞാൻ പോയി. ഇന്റർവ്യൂക്ക് പോയ സമയത്ത് ജോലി തരാനുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ പോലും അവർ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ആക്സിഡന്റ്. എൻ്റെ മുഖത്ത് അപ്പോഴും പാടുകളൊന്നും മാറി, എൻ്റെ ഇപ്പോഴും മൂക്കൊക്കെ ഇങ്ങനെ കുറച്ച് ഓക്കെ റാഹില, ഓക്കെ നിങ്ങൾ നെറ്റ്വർക്ക് പോയതാണ് അല്ലേ. അപ്പൊ ആ സമയത്ത് മൂക്കിന് കുറച്ച് ചെരിവ് കാരം. അപ്പൊ എല്ലാരും ചോദിക്കും ഇങ്ങനെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആക്സിഡന്റ് പറ്റി അങ്ങനെ ജോലി റിസൈൻ ചെയ്ത് പോയതാണെന്ന് പറയുന്ന സമയത്ത് അവരെന്നോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഇപ്പോഴും ആ ആരോഗ്യം തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് എന്താണ് ഉറപ്പ്? ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ ഹയർ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് വീണ്ടും ആ തലവേദനയും തലകറക്കവും വരൂല എന്ന് എന്താണ് ഉറപ്പ് എന്ന് അവർ ചോദിച്ചതെന്നോട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എനിക്ക് അങ്ങനെ കുറച്ചായി പറ്റിയിട്ട് കുറെ ഞാൻ പറഞ്ഞു നോക്കും. പക്ഷെ അവർ ഓൾറെഡി ഹയറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൊബേഷൻ പീരീഡ് വരെ എന്നെ നോക്കണം, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ 10ഓളം ഇന്റർവ്യൂ ലോസായി. 11ാമത്തെ ഇന്റർവ്യൂക്ക് അൽഹംദുലില്ലാ താങ്ക്സ് ടു ഗോഡ് ഒരു ജോലി കിട്ടി. ജോലി കിട്ടിയെന്ന് പറഞ്ഞാല് ആദ്യത്തെക്കാട്ടും നല്ലൊരു കമ്പനിയും അതേപോലെ അതിനെക്കാട്ടും നല്ലൊരു പൊസിഷനും. ഒരുപാട് ട്രൈ ചെയ്ത് അന്ന് എനിക്ക് ആ ജോബ് കിട്ടുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആകെ ഉള്ളത്, ജോബ് കിട്ടുന്ന ദിവസം എൻ്റെ കയ്യിൽ നാട്ടിൽ നിന്ന് വന്ന ക്യാഷില് വെറും 30 ദിർഹംസ്, നാട്ടിലത്തെ 600 രൂപ മാത്രമാണ് അന്ന് കയ്യിലുള്ളത്. ആ ജോബ് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ജോബ് നോക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിൽ അന്നില്ല. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് കരഞ്ഞ്, എങ്ങനെ നമ്മൾ ആനന്ദക്കണ്ണീർ എന്നറിയില്ല ആ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചതിന്. കാരണം അതൊരു ഹോട്ടൽ കമ്പനി ആയിരുന്നു, ഇതേപോലെ സ്റ്റാർ ഹോട്ടലായിരുന്നു. അപ്പൊ ഭക്ഷണവും കാര്യങ്ങളും റൂമൊക്കെ അവർ തന്നെ തരും. അതുകൊണ്ട് അതിന്റെ പേടിയില്ല, അടുത്ത ദിവസം തൊട്ട് എനിക്ക് ഭക്ഷണം അവിടെ കിട്ടും എന്നുള്ളൊരു സമാധാനം കിട്ടി. അങ്ങനെ അവിടെ വർക്കിന് കയറി. അവിടെ ക്ലസ്റ്റർ അക്കൗണ്ട്സ് പേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷൻ ആയിരുന്നു വർക്ക് ചെയ്തത്. ഒരു അബുദാബി ബേസ്ഡ് UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓണറിന്റെ ഒരു കമ്പനി ആയിരുന്നു. ഏകദേശം 20ഓളം രാജ്യത്തെ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അങ്ങനെ അവിടെ കുഴപ്പമില്ലാണ്ട് ആ സമയത്തും ഈ ടൂൾസ് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ മൈൻഡ് റിലേറ്റഡ് ടൂൾസ് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ എന്ന് പറയും. എല്ലാവരെയും സ്നേഹിക്കാനും അതേപോലെ എന്താണ് നമ്മുടെ ഉള്ളിൽ ദേഷ്യവും വെറുപ്പും അഹങ്കാരവും അസൂയയും അത്യാർത്ഥി പോലുള്ള നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നടക്കാതെ നമുക്ക് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ്, അത് ജീവിക്കുന്ന ഒരു ടൈപ്പ് എന്നല്ല, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അതിന്. അപ്പൊ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ ജോലി കാര്യങ്ങൾ ചെയ്ത് കുഴപ്പമില്ലാണ്ട് അവിടുത്തെ 6 മാസം കഴിഞ്ഞപ്പോൾ ഇൻക്രിമെന്റ് കിട്ടി. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു 1 ഇയർ ആയപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ഇങ്ങനെ പോവായിരുന്നു. ആ സമയത്താണ് പിന്നീട് അവിടെ ഒരു സ്റ്റാഫ് കമ്മിറ്റി മീറ്റിംഗ് എന്ന് പറയും, ഫുള്ള് സ്റ്റാഫുകളെ വിളിച്ചിട്ട് അവിടെ ഒരു ഗ്യാതറിങ് നടക്കും ഇടക്കിടക്ക്. അപ്പോൾ ക്വാർട്ടർലി അതേപോലെ ഇയർലി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഗ്യാതറിങ് നടക്കുന്ന സമയത്ത് അവിടെ എനിക്ക് ആളുകളെ പറ്റി പഠിക്കാനും ആളുകളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അപ്പൊ ആ സമയത്താണ് സ്റ്റാഫ് കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ എല്ലാവരോടും സ്റ്റാഫുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയും അവർ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണോ എന്നുള്ളൊരു സംസാരം, ഒരു ഒപ്പീനിയൻസ് ചോദിച്ചു ഓരോരുത്തരോടും. അപ്പം എന്തോ ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുന്നതിനിടയിൽ എന്നെയും ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ ജസ്റ്റ് എന്താണ് ആ സമയത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ ടൂൾസ് കാര്യങ്ങൾ ചെയ്യുന്നോണ്ട് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുകയോ ഞാൻ പറയുന്നത് മോശമായി പോവോ തെറ്റിപ്പോവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് എൻ്റെ മനസ്സിൽ ഞാൻ ഓരോരുത്തരോട് സംസാരിക്കുന്ന സമയത്തും കണ്ടിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് നേരിട്ട് അവരോട് എല്ലാവരും ഉണ്ട്. ഓണർ മുതൽ ഓണർ, എല്ലാ GM, അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് 11 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. 11 ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകൾ, എല്ലാ സ്റ്റാഫുകൾ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ. ഞാൻ തുറന്നങ്ങ് പറഞ്ഞു, ഇംഗ്ലീഷിലാണ് പറയുന്നത്, എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ അങ്ങ് സംസാരിച്ചു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടേതായ ഒപ്പീനിയൻസ് ഒക്കെ പറഞ്ഞു. പക്ഷെ അന്ന് അവിടെ ഒരു എലക്ഷൻ നടക്കുക, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അന്ന് അവിടെ ടോട്ടൽ ഫുൾ കമ്പനീന്റെ എല്ലാ ബ്രാഞ്ചിന്റെയും സ്റ്റാഫ് കമ്മിറ്റി പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന ഒരു എലക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊന്നും ഞാൻ അറിയില്ല ആ സമയത്ത്. പക്ഷെ എന്തോ അന്നത്തെ ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് ആളുകൾ എന്നെ റെക്കമെൻഡ് ചെയ്തു. അതിലേക്ക് എന്താണ് വോട്ടിലേക്ക് ഒരു മെമ്പറായിട്ട് എന്നെയും അതിലെ കാൻഡിഡേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ അന്ന് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാല് പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും ഒരു ആളുകൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അവരുടെ വിഷമങ്ങളായിട്ട് ഫീൽ ചെയ്യും. 70% വോട്ടോട് കൂടിയിട്ട് അന്ന് ആ കമ്പനീന്റെ സ്റ്റാഫ് കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അപ്പം അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു പൊസിഷൻ കിട്ടിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടിയുണ്ടോ, എല്ലാ സ്റ്റാഫുകളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും കേൾക്കാനും അത് HR ഡിപ്പാർട്ട്മെന്റിൽ പോയി സംസാരിച്ച് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനും അങ്ങനെ കുറച്ചൊരു ടാസ്കുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഞാൻ സംഭവം അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു പൊസിഷൻ കൂടെ കിട്ടി. പക്ഷേ ആ സമയത്ത് ഈ ഒരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പല പല രാജ്യത്തുള്ള മനുഷ്യന്മാരോട് ഡീൽ ചെയ്യാൻ പഠിച്ച്, എല്ലാവരോടും ഒരേപോലെ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ അവൻ കുറച്ച് നീളം കുറവാണ്, അല്ലെങ്കിൽ ഈ രാജ്യക്കാരനാണ് അതുകൊണ്ട് അവനെ റെസ്പെക്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റിന്റെ പകരം എല്ലാ മനുഷ്യന്മാരെയും ഒരേപോലെ റെസ്പെക്ട് ചെയ്യാനും അതേപോലെ അവരോട് നല്ല രീതിയിൽ പെരുമാറാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് പഠിക്കാൻ പറ്റി. അങ്ങനെ അവിടുത്തെ 1 month 2 months ആയ സമയത്ത് അവിടുത്തെ ടോട്ടൽ കമ്പനീന്റെ എംപ്ലോയി ഓഫ് ദ മന്ത് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക, എങ്ങനെ ഈ മൈൻഡ് റിലേറ്റഡ് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം എൻ്റെ ലൈഫിൽ വന്ന ചേഞ്ചസ് ഇങ്ങനെ ഓരോന്ന് വരുന്ന സമയം പിന്നീട് ഞാനിങ്ങനെ ബാക്കോട്ട് ചിന്തിക്കാൻ തുടങ്ങി. അന്ന് ആ ആക്സിഡന്റ് പറ്റിയ സമയത്ത് ഞാൻ പടച്ചവനോട് ചോദിച്ചു, അല്ലെങ്കിൽ ദൈവത്തിനോട് ചോദിച്ചു, എന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പരീക്ഷിച്ചതെന്ന്. പക്ഷേ അന്ന് എനിക്ക് നഷ്ടപ്പെട്ട ജോലിനെക്കാട്ടിലും നല്ല ജോലിയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിലേക്കും എന്നെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു എന്ന് എനിക്കിങ്ങനെ മനസ്സിലായി. കാരണം ഹെൽത്ത് റെഡിയായി, അതേപോലെ കരിയറും റെഡിയായി. അപ്പം എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലസ്ഡ് റീസൺ. നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്. പക്ഷെ അത് എന്താണ് നമ്മൾക്ക് അത് നടക്കുന്ന സമയത്ത്, ആ വിഷമഘട്ടം നടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. കാരണം അത് ദൈവത്തിന്റെ കയ്യിലാണ്, അത് നമ്മുടെ ക്രിയേറ്റർ സൃഷ്ടാവിന്റെ കയ്യിലാണ്. നമ്മൾക്കുള്ള നന്മ പാർട്ട് ഏത് സമയത്താണ് നമുക്ക് തിരിച്ചു വരിക എന്നുള്ളത്. അപ്പോ പിന്നീട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇന്റർനാഷണൽ ക്ലബ് ഉണ്ട്, ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് 145ഓളം രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ക്ലബ്ബാണ്. നമ്മളുടെ പബ്ലിക് സ്പീക്കിംഗ്, നെറ്റ്വർക്കിംഗ്, ലീഡർഷിപ്പ് സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്ലബ്ബാണ്. അങ്ങനെ അവിടെ എത്തിപ്പെട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ പബ്ലിക് സ്പീക്കിംഗ് പഠിക്കാൻ തുടങ്ങി. ഇപ്പോഴും പെർഫെക്റ്റ് പബ്ലിക് സ്പീക്കർ ആണെന്നല്ല ഞാൻ പറയുന്നത്, എങ്ങനെയാണ് സംസാരിക്കേണ്ട രീതി, ഇപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഒരു ഓഡിയൻസിന് മുന്നിൽ സംസാരിക്കുക, കാര്യങ്ങളോ അങ്ങനെ മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ തുടങ്ങി. പക്ഷെ അവിടെ നിന്നാണെങ്കിലും ഒരു 10-12 ഇങ്ങനെ സംസാരങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റികൾ കിട്ടിയതിനു ശേഷം പിന്നീട് അവിടെ ഒരു പ്രാവശ്യം ബെസ്റ്റ് സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട്, പിന്നെ ദുബായ് ഏരിയ 10. ഞാനിങ്ങനെ എന്നെ പൊക്കി പറയുന്നല്ല കേട്ടോ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് പറഞ്ഞുതരാം. എങ്ങനെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ലൈഫിലും വിഷമങ്ങൾ വരുന്ന സമയത്ത് നമ്മളുടെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് അറിയില്ല, നമ്മളെ നല്ല പാത്തിലേക്ക്, നല്ല വഴിയിലേക്ക് നമ്മളെ മാറ്റി സഞ്ചരിപ്പിക്കുകയായിരിക്കും നമ്മുടെ സൃഷ്ടാവെന്നും കൂടി പറഞ്ഞുതരാനും കൂടി വേണ്ടിയിട്ടാണ്. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് ദുബായ് ഏരിയ 10ന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ക്ലബ് ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു പൊസിഷനിൽ എത്തിപ്പെടാൻ പറ്റി. അപ്പൊ വീണ്ടും ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പണ്ട് വെറും ഒരു അക്കൗണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തത് ഞാൻ ഇപ്പം ക്ലസ്റ്റർ അക്കൗണ്ട്സ് പേബിൾ ആണ്, സ്റ്റാഫ് കമ്മിറ്റി പ്രസിഡന്റ് ആണ്,
അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ക്ലബ് ഗ്രോത്ത് ആണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോരോ പൊസിഷനിലേക്ക് ഇങ്ങനെ നല്ല നല്ല ഇതിലേക്ക് എത്തിപ്പെടാനും അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ എക്സ്പീരിയൻസുകൾ നേടാനും പറ്റി. പിന്നീടാണ് ഞാൻ അവിടുന്ന് മൈൻഡ് വാലി എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അവിടുന്ന് ഒരു ലൈഫ് ബുക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്ത്, പിന്നെ അവിടുന്ന് തന്നെ ക്ലാരിറ്റി ഗെയിം എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ കാര്യം എന്താ വെച്ചാൽ, എനിക്ക് അക്കൗണ്ടിങ് എന്നൊരു ജോലിനെക്കാട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന വേറൊരു ഏരിയ ഉണ്ടായിട്ടും എൻ്റെ 25 വയസ്സിൻ്റെ ഇടയിൽ എനിക്കത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ മൈൻഡ് റിലേറ്റഡ് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം, അതേപോലെ ഇതിൻ്റെ ഇടയിൽ ഞാൻ 2 ടെസ്റ്റുകളും നടത്തി, ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അസസ്മെന്റ്, അതേപോലെ ഒരു MBTI പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇത് രണ്ടും ചെയ്തതിനു ശേഷമാണ് എനിക്ക് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി എനിക്ക് ഒരു കോച്ചിങ് അല്ലെങ്കിൽ ആളുകളോട് നല്ല രീതിയിൽ ഡീൽ ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു താല്പര്യവും, അതേപോലെ ആളുകൾ തമ്മിൽ ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകളെ ഒന്ന് ടീം വർക്കായിട്ട് ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ടീം വർക്കായിട്ട് അത് ബിൽഡ് ചെയ്തത് നെറ്റ്വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളൊരു കാര്യം എനിക്ക് ഈ ഒരു ഈ ടെസ്റ്റുകളും കൂടെ ചെയ്ത സമയത്താണ് മനസ്സിലായത്. അങ്ങനെ എൻ്റെ മൈൻഡിൽ തോന്നി, എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതേപോലെ പല മനുഷ്യന്മാരും ഉണ്ടാവും, പല ആളുകളും അവരുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ താല്പര്യമില്ലാത്ത ഏതെങ്കിലും ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന, പക്ഷെ അത് ഇഷ്ടത്തോടായിരിക്കില്ല കോഴ്സ് എടുത്ത സമയത്ത് പഠിച്ചത്. അതേപോലെ ചില കുട്ടികൾ ഉണ്ടാവും, ഞാൻ ഭാവിയിലേക്ക് എന്ത് പഠിക്കണം എന്ന് മനസ്സിലാവാൻ നിൽക്കണേ. ഇതേപോലെ വേറൊരു കൺഫ്യൂഷനാണ്, ഞാനൊരു ജോലിയിലാണുള്ളത്, എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലാണ് എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെ കൺഫ്യൂഷൻസ് അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് എന്നുള്ളൊരു റിയലൈസേഷനാണ് ഞാൻ എൻ്റെ തന്നെ പേരിട്ടിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു പുതിയൊരു സംഭവം കൊണ്ടുവരാം. അപ്പോൾ എൻ്റെ ഒരു പേര് അതിൽ നിന്നോട്ട് വെച്ചിട്ട് മാജിദ് യുണീക്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്തു. അവിടെ തന്നെ ദുബായിൽ തന്നെയാണ് ചെയ്യാൻ തുടങ്ങി സ്റ്റാർട്ടിങ്. അങ്ങനെ അവിടുന്ന് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി, ഓൺലൈനായിട്ട് ചെയ്യാൻ തുടങ്ങി. അവിടെ ടോസ്റ്റ് മാസ്റ്റേഴ്സിലും എൻ്റെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റി. അങ്ങനെ പിന്നീടാണ് ഇത് പിന്നെ നാട്ടിൽ വന്ന്, പിന്നെ അപ്പോഴേക്ക് നാട്ടിൽ വന്ന് വേറെ ആദ്യത്തെ വൈഫ് ഡിവോഴ്സ് ആയതിനെക്കാട്ടും ഒരുപാട് നല്ല രീതിയിൽ സ്പിരിച്വലിയും ഹെൽത്തിയും അല്ലെങ്കിൽ എന്താ പറയുക ബ്യൂട്ടിയും ഒക്കെ ഉള്ള എല്ലാം കൊണ്ടും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വൈസും ഒക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു വൈഫിനെ എനിക്ക് കിട്ടി. അപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ നടന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ റിവൈൻഡ് ചെയ്യാം. എങ്ങനെ അന്ന് പിന്നെ വേറെ കാര്യം ഉണ്ടായിട്ടോ, പിന്നെ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ ഫ്ലോർ മില്ല് ഞാൻ വാങ്ങി സ്വന്തമായിട്ട്. അതിപ്പം എൻ്റെ പേരിലാണ് ആ ഫ്ലോർ മില്ല് ഉള്ളത്. അതേപോലെ ഒരു IT ഫേം സ്റ്റാർട്ട് ചെയ്ത് നാട്ടിൽ ഈ വെബ്സൈറ്റ്സ് അതേപോലെ ആപ്പുകളും സോഫ്റ്റ്വെയർസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു IT കമ്പനിയിൽ ഷെയർ എടുത്ത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഫുള്ള് ഇങ്ങനെ റിവൈൻഡ് അടിച്ച് ഇങ്ങനെ നോക്കാൻ തുടങ്ങിയ സമയത്ത് 5 വർഷത്തെ ജേർണി ഞാൻ ഞാൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ തുടങ്ങി. എല്ലാം നഷ്ടപ്പെട്ട് ഒരു ആക്സിഡന്റിൽ ത്രൂ 2-3 മാസം കൊണ്ട് ഫുള്ള് ആ സമയം വരെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു കൊടുത്തുനിന്ന് 5 വർഷം കൊണ്ട് ദൈവം നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഇങ്ങനെ നഷ്ടപ്പെട്ട വൈഫിനെക്കാട്ടും നല്ല വൈഫ്, അതേപോലെ അന്ന് ഒരു കാറായിരുന്നു നഷ്ടപ്പെട്ടത്, ഇന്ന് വീട്ടിൽ 2 കാറുണ്ട്. അൽഹംദുലില്ലാ, താങ്ക്സ് ടു ഗോഡ്. എല്ലാം അവിടുന്ന് വരുന്നതാണ്, എല്ലാം അവിടുന്ന് തരുന്ന ഒരു അനുഗ്രഹങ്ങളാണ്. എന്നാലും ഞാൻ പറയാണ്, അപ്പൊ അന്ന് നഷ്ടപ്പെട്ട എല്ലാം, കാറ് കിട്ടി, അതേപോലെ ഹെൽത്ത് നഷ്ടപ്പെട്ടത്, അതിലും ഇപ്പം ഹെൽത്ത് ഒക്കെ ഓക്കെയാണ്. അതേപോലെ ഇപ്പം ഒരു ജോലി നഷ്ടപ്പെട്ടതിന് 3 ബിസിനസ്സുകൾ റൺ ചെയ്യാൻ ഇപ്പൊ പറ്റുന്നുണ്ട്. അതേപോലെ എന്താ പറയാ ഇപ്പം സ്പിരിച്വാലിറ്റി വൈസ് ഞാൻ പറഞ്ഞല്ലോ, 4 സെക്ടർ 4 ഡയമെൻഷനിൽ ഒന്ന് സ്പിരിച്വാലിറ്റിയാണ്. അപ്പോൾ എൻ്റെ വിശ്വാസപരമായിട്ടും എനിക്ക് വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. എങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയാൽ ആ സമയത്ത് ഞാൻ ഒരിക്കലും ദൈവത്തിനെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചാൽ, ഞാനിത് പറയാൻ കാരണം, ഞാനെന്തോ വലിയ സക്സസ്ഫുൾ ആയി അല്ലെങ്കിൽ ഭയങ്കര സെറ്റപ്പിലായി അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇതേപോലെ ലൈഫിൽ ഇവിടെ ഇരിക്കുന്ന പലരും പല ടൈപ്പ് ഓഫ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ആ വിഷമങ്ങളിലൂടെ ഇപ്പം പോകുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അത് ആലോചിച്ച്
സങ്കടപ്പെട്ടിരിക്കുന്നതിന് പകരം ഓരോ ദിവസവും എങ്ങനെ നമ്മൾക്ക് ഫ്യൂച്ചർ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് പഴയ കാര്യങ്ങളും ഫ്യൂച്ചറിനെ പറ്റിയും ടെൻഷൻ അടിക്കാതെ ഈ നിമിഷത്തിൽ എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുക പറയും. നമുക്ക് കഴിയുന്ന കാര്യങ്ങളാണ്. ചെറിയൊരു എക്സസൈസ് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക, അതേപോലെ കുറച്ച് എന്തെങ്കിലും ബുക്സ് വായിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സെമിനാറുകൾ ഇതേപോലെ ഫ്രീ ആയിട്ട് സെമിനാർ ഉള്ളപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ആകെ 22 ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു ടൈം ഇപ്പം ഞാനിവിടെ ഭയങ്കര നോളജ് ഷെയർ ചെയ്ത് നല്ല പറയും, പക്ഷെ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ആർക്കെങ്കിലും മൈൻഡിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പം ഇരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു ചെറിയ ഒരു 0.5% അല്ലെങ്കിൽ 1% അടുത്ത ദിവസത്തേക്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ 1% ഒരു ദിവസം കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. കാരണം ഒരു വർഷം കൊണ്ട് നമ്മൾ 365%, അതേപോലെ നമ്മൾ ഇങ്ങനെ ടോട്ടലി നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണാം. അപ്പൊ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമുക്ക് ടൈം ഉണ്ടോ? സംസാരിക്കാവോ? നമ്മളൊരു 1 മണിക്കൂറിന്റെ സെഷനാണ് വരെയോ? 1 മണിക്കൂറിന്റെ സെഷനാണ്. ഓക്കെ. അല്ല, നിങ്ങൾ ബാക്കിയുള്ളവർക്കും സംസാരിക്കാനുണ്ടല്ലോ അല്ലേ? അപ്പൊ ഞാൻ ഒരു ടോപ്പിക് പറഞ്ഞോട്ടെ, ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്. കാരണം ഞാൻ ഓരോ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്ന പല തരത്തിലുള്ള ഇന്റലിജൻസിനെ കുറിച്ചൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതിപ്പോ പറഞ്ഞോട്ടെ? ഓക്കെ. ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. അപ്പൊ എന്റെ ജസ്റ്റ് ഒരു സ്റ്റോറി ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ കാര്യമെങ്കിലും അതിൽ നിന്ന് യൂസ് ചെയ്യാൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഷെയർ ചെയ്താണ് കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത്, ഞാനൊരു സ്ലൈഡ് ഷെയർ ചെയ്തോട്ടെ. ഏതായാലും ഇവിടെ ഇരുന്ന ആളുകൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഇതിലിപ്പോ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അറിയുന്നവർക്ക് ഉപകാരം, അറിയാത്തവർക്ക് ഒരു ഐഡിയ ഉണ്ടായിക്കോട്ടെ വിചാരിച്ച് പറയാം കേട്ടോ. അപ്പൊ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഇത് പണ്ടത്തെ കാലത്തിലൊക്കെ ഇത് ഹവാർഡ് ഗാർഡ്നർ എന്ന് പറഞ്ഞ ഒരാള്, അല്ല ഒരു പ്രൊഫസറാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ് ഹവാർഡ് ഗാർഡ്നർ. അവർ കണ്ടെത്തിയിട്ടുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറഞ്ഞൊരു തിയറിയാണ്. ഇതിൽ പറയുന്നത് വെച്ചാൽ പണ്ടത്തെ മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടായിരുന്നത് ഈ പെട്ടെന്ന് മാത്സ് കാൽക്കുലേഷൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഭാഷകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനൊക്കെ കഴിയുന്ന ആളുകളായിരുന്നു. ഭയങ്കര IQ ലെവൽ. കാരണം IQ ടെസ്റ്റ് അധികവും മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ലാംഗ്വേജ് കോംപ്രിഹെൻഷനൊക്കെ ഒരു ബേസ് ചെയ്തിട്ടായിരുന്നു അന്നത്തെ IQ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇന്റലിജൻസ് കോഷ്യൻ ടെസ്റ്റുകളൊക്കെ നടന്നിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഹവാർഡ് ഗാർഡനറിന് മനസ്സിലായി, ഈ ലാംഗ്വേജും അല്ലെങ്കിൽ ന്യൂമറിക്കൽ അല്ലെങ്കിൽ മാത്സ് പരമായിട്ടുള്ള ബുദ്ധിയും ലോജിക്കൽ റീസണിങ് മാത്രമല്ല, ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട്. അതും ശരിക്കും IQ ടെസ്റ്റ് അല്ലെങ്കിൽ IQ ടെസ്റ്റ് പോലുള്ള മറ്റ് ടെസ്റ്റുകളിലൂടെ കണ്ടെത്താനും അവർക്കത് ഉപയോഗപ്പെടുത്താനും അവരും ബുദ്ധിയുള്ളവർ തന്നെയാണ്. അല്ലാതെ മാത്സ് അറിയുന്ന ആൾക്കാർ മാത്രമല്ല ബുദ്ധിയുള്ള ആൾക്കാർ എന്നുള്ളൊരു കാര്യം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കുറേ വർഷത്തെ റിസർച്ചിൻ്റെ ഒടുവിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു തിയറിയാണത്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. അപ്പൊ ഈ സ്ലൈഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും, ചില ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അവരെ തിയറി പ്രകാരം 9 തരത്തിലുള്ള ഇന്റലിജൻസസ് ആണ് മനുഷ്യന്മാർക്ക് ഉണ്ടാവുക. 9 തരത്തിൽ എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ ലോജിക്കൽ ഇന്റലിജൻസ്, ലോജിക്കൽ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് പറയും. അത് പറയുന്ന സമയത്ത് പെട്ടെന്ന് മാത്തമാറ്റിക്സ് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കണക്ക് പരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാനും, അതേപോലെ പെട്ടെന്ന് ഒരു ഡിസിഷൻസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ലോജിക്കൽ റീസണിങ് ചെയ്യാനൊക്കെ പറ്റുന്ന ആൾക്കാരാണ് ഈ ലോജിക്കൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് എക്സാമ്പിൾസും പറഞ്ഞുതരാം. സയന്റിസ്റ്റുകൾ, എഞ്ചിനീയേഴ്സ്, അതേപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, മാത്തമാറ്റീഷ്യൻസ്, കമ്പ്യൂട്ടർ അനലിസ്റ്റ്, സോഫ്റ്റ്വെയർ പ്രോഗ്രാമേഴ്സ്, ഈ തരത്തിലുള്ള ആളുകൾക്ക്, ഈ ലോജിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകൾക്ക് ഈ മേഖലയിൽ കൂടുതൽ തിളങ്ങാൻ പറ്റും. അടുത്തതാണ് ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ്. ബോഡിലി കിനസ്തെറ്റിക് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ശരീരം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ജോലികളാണ് പെട്ടെന്ന് പഠിക്കാനും അതേപോലെ ചെയ്യാനും പറ്റുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫുട്ബോൾ പ്ലേയേഴ്സ് ആയിട്ടുള്ള ലയണൽ മെസ്സി, നെയ്മർ, അതേപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ, അതേപോലെ അത്ലറ്റ്സ് ആയിട്ടുള്ള ഈ ഉസൈൻ ബോൾട്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ.
അത് ഒരു ഗണത്തിലുള്ള ആൾക്കാർ ഇപ്പം നമ്മുടെ സ്പോർട്സ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലൈഫ് മുന്നോട്ട് അവരും സക്സസ്ഫുൾ ആവുന്നുണ്ട്. ഈ സയന്റിസ്റ്റും ഡോക്ടർമാരും മാത്രമല്ല, അവരും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആയിട്ട് മാറുന്നുണ്ട്. എങ്ങനെ 4 തരത്തിലാണ്, 4 ടൈപ്പ് ഓഫ് എബിലിറ്റീസ് ആണ് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുക. 4 ഡിഫറെന്റ് എബിലിറ്റീസ് പറയുമ്പോൾ, ഒന്ന് നമുക്ക് ബിലോ ആവറേജ് എന്ന് പറയും. നമ്മൾക്ക് കാര്യമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ ഉണ്ടാവും. പിന്നെ ആവറേജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടാവും. എക്സലന്റ് എന്ന് പറയാൻ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ എക്സലന്റ് എന്ന് തന്നെ പറയും ചില ആളുകൾ, പല ആളുകളും. പിന്നുള്ളതാണ് യുണീക്ക്. 4മത്തതാണ് ഈ എക്സലന്റ് മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് കണ്ടെത്തിയിട്ട് 10,000 മണിക്കൂറെങ്കിലും ആ ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഒരാൾ ആ ഫീൽഡിൽ യുണീക്ക് ആയി എന്ന് പറയാൻ പറ്റുക. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആയിട്ട് മാറും അയാൾ ഓട്ടോമാറ്റിക്കലി. പിന്നെ അതിൽ പറയുകയാണെങ്കിൽ ഇതേപോലെ ബോഡിലി കിനസ്തെറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള ജോബുകളാണ് ഇപ്പോൾ അത്ലറ്റ്സ്, അതേപോലെ ഒരു ഡാൻസർ ആവാൻ പറ്റും, സ്പോർട്സ് പേഴ്സണാലിറ്റി ആവാൻ പറ്റും, അതേപോലെ ആക്ടർ, ഫയർ ഫൈറ്റർ, ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, ഫിറ്റ്നസ് കോച്ച്, ജിം ഇൻസ്ട്രക്ടർ. ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ ഫീൽഡിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഈ ഫീൽഡിലുള്ള ആൾക്കാർ മൊത്തം ഉണ്ടാവും, ഓരോ ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇതേപോലെ അടുത്തതാണ് മ്യൂസിക്കൽ. ഇതിൽ ഈ ബോഡിലി കിനസ്തെറ്റിക്കിൽ പെട്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെഫ്, നല്ലൊരു കുക്ക് ആവാനും പറ്റും ഈ ഒരു ബോഡിലി കിനസ്തെറ്റിക് ഉള്ള ആൾക്കാർക്ക്. പിന്നെ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ചെറുപ്പത്തിലെ ചില കുട്ടികൾക്കൊക്കെ ആണല്ലേ രാഗങ്ങൾ, ഈണങ്ങൾ അല്ലെങ്കിൽ പാട്ടൊക്കെ പെട്ടെന്ന് പഠിക്കാനും അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ടാകുന്നത്. അത് ഈ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്കാണ് കൂടുതൽ. എല്ലാവർക്കും ഈ 9 ഇന്റലിജൻസും ഉണ്ടാവും, പക്ഷെ പല പല ശതമാനങ്ങളിലായിരിക്കും ഈ ഇന്റലിജൻസസ് ഉണ്ടാവുക. പിന്നെ ഉള്ളതാണ് വിഷ്വൽ ഓർ സ്പേഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്യാൻവാസ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഒരു പെയിന്റിങ് ആക്കി അല്ലെങ്കിൽ ഒരു ആർട്ട് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇപ്പം കാലിഗ്രാഫി, റെസിൻ ആർട്ടിസ്റ്റുകൾ, അതേപോലെ ഇന്റീരിയർ ഡിസൈനേഴ്സ്, ഗ്രാഫിക് ഡിസൈനർ, സിവിൽ എഞ്ചിനീയർ, അങ്ങനെയുള്ള ഒരു സ്പേസിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം. ഇങ്ങനത്തെ ആളുകൾക്ക് നമ്മളൊരു നോർമൽ ആളുകൾ ഒരു സ്ഥലം കാണുന്ന രീതിയിലല്ല, 3D ഫോമിൽ ഒരു സ്ഥലം കാണാനുള്ള കഴിവുകൾ ഈ വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാവും. അടുത്തതാണ്, ഞാൻ ഷോർട്ടാക്കി പറയാട്ടോ, ഓരോ ടോപ്പിക്കും ഒരുപാട് പറയാനുള്ളതാണ്, പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാൻ മാത്രമാണ്, കാരണം ടൈം കുറച്ചല്ലേ ഉള്ളൂ. വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ. ഇങ്ങനത്തെ ആളുകളാണ് എഴുത്തുകാരാവുന്നത്, അതേപോലെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആവുന്നത്, പോയറ്റുകൾ ആവുന്നത്, അതേപോലെ ലോയർ, ടീച്ചർ, ജേർണലിസ്റ്റ്, പൊളിറ്റീഷ്യൻ, റേഡിയോ ജോക്കി, TV ഹോസ്റ്റ്, സെയിൽസ്, പബ്ലിക് സ്പീക്കർ, ലൈബ്രറിയൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ആണ് ഈ വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആളുകൾക്കുള്ളത്. അതേപോലെ ഉള്ളതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇത് പറഞ്ഞാൽ മറ്റൊരാളുടെ നമ്മളോട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോ അല്ലെങ്കിൽ മറ്റൊരാളോടോ സംസാരിക്കുകയാണെങ്കിൽ ആ ആളുടെ ഇന്റൻഷൻ, ആ ആള് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ അടുത്തേക്ക് വന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്ന ചില ആൾക്കാരുണ്ടാവും. എംപതി അല്ലെങ്കിൽ ഒരാളുടെ ബോഡി ലാംഗ്വേജ് ഒന്നും സംസാരത്തൊന്നും അല്ലെങ്കിൽ അവരുടെ ടോട്ടൽ അപ്പിയറൻസും കണ്ണിലൊക്കെ നോക്കിയിട്ട് തന്നെ ഇങ്ങനത്തെ ആളുകൾക്ക് പെട്ടെന്ന് മറ്റൊരാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മളെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. അതേപോലെ ഇങ്ങനത്തെ ആളുകൾക്ക് വേറൊരാൾ വിഷമം കണ്ടാൽ സ്വന്തം വിഷമിക്കുന്ന പോലെ ഫീൽ ഉണ്ടാവും. ചില ആളുകൾക്ക് വേറെ ആൾ വിഷമം കണ്ടാൽ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനത്തെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കൂടുതൽ വിഷമമാവും, മറ്റുള്ള ആളുകളെക്കാട്ടും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാർക്ക്. മറ്റുള്ളവരുടെ മൂഡ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനത്തെ ആളുകൾക്കാണ്. പിന്നെ അങ്ങനത്തെ ആളുകൾ നല്ല ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പിന്നെ ഒരു ടോപ്പിക് പെട്ടെന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്, ഈ അതിന്റെ കരിയർ ഓപ്ഷൻസ് കൂടെ നോട്ട് ചെയ്ത് വെച്ചതാണ്, വിട്ടുപോണ വെച്ചിട്ട് ഷോർട്ടാക്കി പറയുകയാണല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകൾക്ക് പറ്റിയിട്ടുള്ള കരിയർ ഓപ്ഷൻസ് ആണ് കൗൺസിലർ ആവാൻ പറ്റും, അതേപോലെ ഒരു സെയിൽസിൽ വർക്ക് ചെയ്യാം, പൊളിറ്റീഷ്യൻ, ബിസിനസ് ഒക്കെ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു മെന്റാലിറ്റി, ഒരു ഇന്റലിജൻസ് ആണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. പിന്നെ സോഷ്യൽ വർക്കർ ആവും, ഹ്യൂമൻ റിസോഴ്സസ് മാനേജർ ആവാൻ പറ്റും, സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റും, സോഷ്യൽ ഡയറക്ടർ, ടീച്ചർ എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഈ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആൾക്കാർക്കുണ്ട്. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് അടുത്തതാണ്. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് അതിൽ പറയുന്നത് വെച്ചാൽ ഓരോരുത്തർ സ്വയത്തെ പറ്റി, മറ്റേത് മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണെങ്കിൽ ഇത്
സ്വയത്തെ പറ്റി നല്ല ഐഡിയ ഉള്ള ആൾക്കാരുണ്ടാവും. എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാവും അവർക്ക്. ആ വാല്യൂ സിസ്റ്റത്തിന് പുറത്തേക്ക് അവരൊന്നും ചെയ്യൂല. അതേപോലെ ഭയങ്കര എന്താ പറയുക, ഒരു ഇൻറ്റ്യൂട്ടീവ് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. എങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ഇങ്ങനത്തെ ആളുകൾക്കാണ് ഈ ഒരു കാര്യത്തിനെ പറ്റി ഡീപ്പർ ആയിട്ട് പഠനങ്ങൾ നടത്താനും അതിന്റെ ഓരോ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങ് വിശ്വസിക്കില്ല. അതിന്റെ കാര്യവും കാരണങ്ങളും ഒക്കെ മനസ്സിലാക്കി അതിന്റെ പ്രൂഫ് കിട്ടിയാൽ ആള് മനസ്സിലേക്ക് അത് ഒരു പോയിന്റ് ആയിട്ട് എടുക്കുള്ളൂ. ഇങ്ങനത്തെ ആളുകളാണ് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ ആളുകൾക്കുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ വർക്കർ, അതേപോലെ റിസർച്ചർ ആവാൻ പറ്റും, ഫിലോസഫർ ആവാൻ പറ്റും, ഈ ഒരു പോയറ്റ് ആവാൻ പറ്റും. ശ്രദ്ധിച്ചില്ല, ഒരു പോയറ്റ് അല്ലെങ്കിൽ ഒരു കവിത ഒക്കെ എഴുതുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാല് അവരിങ്ങനെ ജസ്റ്റ് ഒരു സൂര്യൻ ഉദിച്ചതോ അസ്തമിച്ചതോ ഒക്കെ ഒരുപാട് വരികളിലൂടെ വർണ്ണിച്ചെഴുതുന്നത് കാണല്ലോ. അത് ആ തോട്ട് പ്രോസസ് ആണ്. അത്രയും ചിന്തിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ചിന്തകൾ കൊണ്ടുപോകാനുള്ള കഴിവാണ് അവര് പ്രസന്റ് ചെയ്യുന്നത്. അടുത്തതാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് പറഞ്ഞാല് ചില ആളുകൾക്ക് കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീട്ടിലൊക്കെ അങ്ങനെ ഈ പെറ്റ്സിനെ വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ചെടികൾ അല്ലെങ്കിൽ ഒരു ചെറിയ ഗാർഡൻ ഒക്കെ വെച്ച് വളർത്തുക, അല്ലെങ്കിൽ പൂച്ച, കിളികള്, മീനുകളെ വളർത്തുക, അങ്ങനെ തുടങ്ങി പട്ടിക്കുട്ടികളെ വളർത്തുക. അങ്ങനെ ഈ പെറ്റ്സുമായിട്ടും അതേപോലെ നാച്ചുറുമായിട്ടും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ആളുകൾക്ക് ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാവോ? അപ്പം ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമുള്ള ഇങ്ങനത്തെ ആളുകൾക്കുള്ള ഓപ്ഷൻസ് ആണ്. അവർക്ക് നാച്ചുറിനെ ഭയങ്കര ഇഷ്ടം. ഒരു നാച്ചുറലിൽ കൂടെ ഉള്ള ഒരു യാത്ര പോകാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സമാധാനവും സന്തോഷവും. ഇങ്ങനത്തെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും അറിയാം. ഞാൻ പിന്നെ ഓരോരുത്തരോടും എടുത്ത് ചോദിക്കൊന്നും ചെയ്യാത്തത് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഓൾമോസ്റ്റ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾക്കാണ് ഒരു സയന്റിസ്റ്റ് ആവാൻ പറ്റും, നാച്ചുറലിസ്റ്റ്, ബോട്ടണിസ്റ്റ്, ഓഷ്യാനോഗ്രാഫർ, ഗാർഡനർ, ആസ്ട്രോണമർ, ജിയോളജിസ്റ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഈ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആളുകൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലുള്ളതാണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ ഇങ്ങനത്തെ ആളുകളുടെ തോട്ട് എപ്പോഴും കുറച്ചൊരു സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ എന്തിനാ ജനിച്ചത്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എങ്ങനെയാണ് ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള രീതിയിൽ നമ്മളുടെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ സമയത്തും ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ. ഇപ്പോൾ എക്സാമ്പിൾസ് പറയാം, ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറയാം സദ്ഗുരു പോലുള്ള ഈ സെയിന്റുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾ. അതേപോലെ പണ്ടത്തെ ആണെങ്കിൽ നമ്മുടെ പ്രോഫറ്റ്സ്, നബിമാര്, അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദ, ബുദ്ധ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഭയങ്കരമായിട്ട് ഗോഡുമായിട്ടുള്ള കണക്ഷൻ ഭയങ്കര അവർക്ക് താല്പര്യം തരുന്നതും മറ്റുള്ളവർക്ക് ഒരു ഹീലിംഗ് കൊടുക്കാനൊക്കെ കഴിവുള്ള ആൾക്കാരാണ് ഈ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ആയുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ആളുകൾക്കും ഇതേപോലെ ഫിലോസഫറും ഒരു സ്പിരിച്വൽ ലീഡർ, എക്കണോമിസ്റ്റ്, റൈറ്റർ, ഓതർ ഒക്കെ ആവാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, ഈ ഇതൊരു ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അല്ല, ഞാനിതൊരു സെഷനായിട്ട് എടുക്കുന്നില്ല, ജസ്റ്റ് വന്നവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ചെറുതെങ്കിലും കിട്ടിയാൽ ഉപകാരപ്രദമാണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതല്ലോ കേട്ടോ. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടല്ല. ഓക്കെ, ഏതായാലും വേറെ ആർക്കെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്പനി മാജിദ് യൂണിക്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് യുണീക്നെസ് ഓൺലൈൻ വർക്ക്ഷോപ്പ് എന്ന പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മളുടെ 8ാമത്തെ ബാച്ച് 27-ാം തീയതി, ഈ വരുന്ന 27-ാം തീയതി വരുന്നുണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് എൻ്റെ കഴിവ് എന്താണ്, എനിക്ക് ഏത് കരിയറിലാണ് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുക, സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ എങ്ങനെ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റുന്ന കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കറക്റ്റ് ഗൈഡൻസ് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ പേഴ്സണാലിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മൈൻഡ് റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ 3 കാര്യങ്ങളോടും മിക്സ് ആക്കിയിട്ട് നമ്മൾ ഒരു മൊഡ്യൂൾ ആക്കിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ് ഈ പ്രോഗ്രാം. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേര് ഹഫ്സൽ മാജിദ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി പേജിൽ മെസ്സേജ് അയച്ചാലും മതി. അപ്പം ഇവിടെ ഇത് കേട്ടിരുന്ന അതേപോലെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ടീം മെമ്പേഴ്സിനും അതേപോലെ പാർട്ടിസിപ്പൻസിനും ഒരു ഹാർട്ട്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.
എന്റെ വോയിസ് ക്ലിയർ ആണോ? ആ ഓക്കെ ആണോ? ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ പറയണേ. ഞാനിപ്പോ ക്യാമറ ഓഫ് ആക്കുന്നുണ്ട്. ക്ലിയർ ആയില്ല. ഓക്കെ, പറയാം കണ്ടിന്യൂ ചെയ്തു. നമ്മള് വിചാരിച്ച പോലെ അല്ല, രണ്ടു പ്രാവശ്യം അങ്ങനെ വീണ്ടും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണേ. ആൻഡ് താങ്ക് യു സോ മച്ച് സാർ. സാർ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ സെഷന് വേണ്ടിയിട്ട്. ലിങ്ക് സൂം ഹാൻഡിൽ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ സാർ ചെയ്തു തന്നിട്ടുണ്ട്. മാത്രമല്ല, മൈൻഡ് ലിഫ്റ്റിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഒരിക്കൽ കൂടി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതുപോലെ പബ്ലിക് സ്പീക്കിംഗ്, മോട്ടിവേഷൻ ട്രെയിനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചെയ്യാൻ ഇഷ്ടമാണ്, ബൈ പാഷൻ. ഭയങ്കര ആയിട്ട് ഏത് സാഹചര്യത്തിലും വിളിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോയി എടുക്കുന്ന ഒരാളാണ്. അപ്പൊ 10th മുതലേ ഞാനിത് പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ 12th എക്സാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഫെയിലായി +2 പല കാര്യങ്ങളും. എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചില്ല, മാത്രമല്ല വേറെ കുറെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയി, അങ്ങനെ വിട്ടു. ഇനി വരുന്ന സെഷനിലൊക്കെ ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയാം. ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നിപ്പോ നമ്മൾ ഇവിടെ. ഓരോരുത്തർക്കും പറയാൻ വലിയ വലിയ കഥകളുണ്ടാവും. ഇൻഷാല്ലാ ഇനി വരുന്ന സെഷനുകളിൽ എല്ലാവരും നമ്മളെ ടീം മെമ്പേഴ്സ് എല്ലാവരും അവരുടെ ലൈഫ് സ്റ്റോറിയും ഇത് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ആൻഡ് ഞാൻ ഇങ്ങനെ +2 ഒക്കെ ഫെയിലായി. എൻ്റെ ഓൾറെഡി ഞാൻ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പൊ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു സീറോ ഫീലാണ് എനിക്ക് ആ ടൈമിൽ, +2 ഫെയിലായി നിൽക്കുന്ന സമയത്ത്. ആൻഡ് അപ്പോ മൈൻഡ് ഡൗൺ ആയി കിടക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ മൈൻഡ് ലിഫ്റ്റിന്റെ കാര്യം, മൈൻഡ് ലിഫ്റ്റ് എന്നൊരു പേര് എന്റെ മൈൻഡിൽ ഇങ്ങനെ പെട്ടെന്ന് വന്നത്. അങ്ങനെയാണ് മൈൻഡ് ലിഫ്റ്റ് ഇന്നിപ്പോ ചെറിയൊരു ടീമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് ആണ്. ഇനി ഇതുപോലെ ഓരോ സെഷൻസ് കൊണ്ടുപോകണം തന്നെയാണ്. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാൻ, നമ്മുടെ അടുത്തൊരു മൈൻഡിലായിട്ട്. ആൻഡ് മാജിദ് സാറിന് ഒരിക്കൽ കൂടെ താങ്ക്സ് പറയാണ്. എൻ്റെ ടീം മെമ്പേഴ്സിനും എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. മാത്രമല്ല, ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ച് ലൈഫിൽ ഇമ്പ്രൂവ് ആവണം, സക്സസ്ഫുൾ ആവണം വന്നിരിക്കുന്നവരാണ് ഈ കാണുന്ന 20 സംതിങ് പേരൊന്നുമില്ല അല്ലെ. ഇത് മാക്സിമം ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. 60ഓളം പേര് ഗ്രൂപ്പിലുണ്ട്. ഒരുപാട് പേര് പേഴ്സണലി നമ്മളെ ലിങ്ക് അയച്ചു കൊടുത്തു. പലർക്കും ഇത് അത്രയും ആളുകളിലേക്ക് എത്തിയിട്ടും ഈ ഒരു ആക്ഷൻ ടേക്കർ ആവാൻ വേണ്ടി വളരെ ചുരുക്കം ആളുകൾക്കേ പറ്റിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ റെഡിയാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാം എന്നുള്ളൊരു മനസ്സുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ കയറി ചെയ്യും. ഏതൊരു പ്രശ്നം വന്നാലും നമ്മൾ തരണം ചെയ്ത് വരിക തന്നെ ചെയ്യും. ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് വളരെ ചുരുക്കം ക്വാളിറ്റി പീപ്പിൾസിലേക്കല്ലേ നമ്മൾ എത്തിയിട്ടുള്ളൂ. മാത്രമല്ല, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് ചുമ്മാ ഇരിക്കുന്ന 1000 പേരെക്കാളും ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ജസ്റ്റ് ഒരാളുണ്ടെങ്കിൽ ഒരാൾ മതി. ആൻഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. എനിക്ക് അധികം സംസാരിക്കാനുള്ള ഒരു ടൈം ഇല്ല. അടുത്ത ആൾക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. അടുത്ത ടീം മെമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണേ. ദെൻ ഫീഡ്ബാക്കിനുള്ള ടൈം ഉണ്ട്. എല്ലാവരും ജസ്റ്റ് മാജിദ് സാറിന്റെയും നമ്മുടെ ടീമിന്റെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. ആൻഡ് മിസ്ന. അപ്പൊ രാഹിൽ സ്റ്റോപ്പ് ചെയ്തു, ഞാൻ സ്റ്റോപ്പ് ചെയ്തെടുത്ത് തുടങ്ങുകയാണ്. എൻ്റെ പേര് ഫാത്തിമ മിസ്ന, ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. BA ഹിസ്റ്ററിയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ മൈൻഡ് ലിഫ്റ്റ് എന്നുള്ള ആശയം എല്ലാവർക്കും അറിയണ്ടാവും. AD ഡോക്സ് കോഴിക്കോട് ഇന്റർനാഷണൽ അല്ല, ഡോക്ടർ ആയതിനാൽ അതിന്റെ കീഴിലില്ല. നമ്മളൊക്കെ അവിടുന്ന് അവർ കുട്ടികൾക്ക് വേണ്ടി ഒരു സെഷൻ ലീഡ് ചെയ്തിരുന്നു. ആൽഫാബീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രീ സെഷൻ ആയിരുന്നു. എന്നിട്ട് ഒരു 7 സീരീസോ അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട്. അന്ന് സെലക്ട് ആയ കുട്ടികൾക്ക് അവർ ഓഫ്ലൈൻ ആയിട്ടൊരു ഫ്രീ ട്രെയിനിങ് തന്നു. ട്രെയിനിങ് ഉള്ളൊരു ക്ലാസ് അതിനാണ് സാർ. അതിന് വന്ന് പരിചയപ്പെട്ടവരാണ് ഞങ്ങൾ ഈ റാഹില, അതുപോലെ സെഹില, മറ്റൊരു മെമ്പർ. അവിടെയും നമുക്ക് AD ഡോക്സിന്റെ കണക്ഷൻ ആണ് ഞങ്ങൾ ഈ ഒരു മൈൻഡ് ലിഫ്റ്റിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഞാൻ മാജിദ് സാർ സംസാരിച്ച സമയത്ത് ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഗൈഡിന്റെ വാക്കുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ഫ്ലോക്ക്. ഞാൻ അത് ആലോചിച്ചത്, ഗൈഡിന്റെ ലൈറ്റ് ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ, ഗ്രേറ്റ്ഫുൾ, മൈൻഡ്ഫുൾനെസ്, ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
വളരെ അടിപൊളിയായിട്ട് തന്നെ സാർ സെഷൻ ലീഡ് ചെയ്തു. നമ്മൾ 5 മെമ്പേഴ്സാണ് മൈൻഡ് ലിഫ്റ്റിലുള്ളത്. രാഹില, ആബിദ് മുബാരക്, യദു, ഒരു സെഹില എന്ന് പറഞ്ഞ മെമ്പറുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മളാരും പ്രൊഫഷണലി ഒരു കാറ്റഗറിയിൽ എത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരല്ല. നിങ്ങളെ കൂടെ അല്ലെങ്കിൽ നമുക്കറിയുന്ന കാര്യങ്ങൾ കുറച്ച് ആളുകളിലേക്ക് എത്തിക്കാം, കുറച്ച് ആളുകളെങ്കിലും കേൾക്കാൻ ഞങ്ങളുണ്ട് എന്നൊരു ഇന്റൻഷനിൽ തുടങ്ങിയ കാര്യമാണ് മൈൻഡ് ലിഫ്റ്റ് എന്നുള്ളത്. ഒരു തോട്ട് ഷെയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ ടോക്ക് അവസാനിപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്രിസിയേഷൻ കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അടിപൊളിയാണ്, ഞാൻ ചെയ്യുന്ന വർക്ക് അടിപൊളിയാണ്, അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനുണ്ടാവില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനുഷ്യ സഹജമാണ് ഒരു അപ്രിസിയേഷൻ ആഗ്രഹിക്കുക എന്നുള്ളത്. അപ്പൊ ഷെയർ ചെയ്യുന്ന തോട്ട്, അപ്രിഷിയേറ്റ് അതേഴ്സ് ടു ഇംപ്രൂവ് യുവർ സെൽഫ്. മറ്റുള്ളവർ അഭിനന്ദിക്കുക, അതൊരിക്കലും അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഒരു സെൽഫിന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാൻ വേണ്ടി പറ്റും, ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു യങ് ഏജിലേക്ക് എത്തുന്ന സമയത്ത് പലർക്കും വരുന്ന പ്രശ്നം, റിലേഷൻഷിപ്പിലാവട്ടെ മറ്റു മനുഷ്യരുടെ അടുത്ത് കണക്ട് ചെയ്യുന്ന വരുന്നത് ഈഗോയുടെ ഇഷ്യൂ വരുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരെ നിങ്ങൾ ഇപ്പൊ തന്നെ അഭിനന്ദിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഈഗോ നിങ്ങളെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാധനത്തെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഓരോ ദിവസവും ഒരു ഹാബിറ്റായിട്ട് നിങ്ങൾ ഫോം ചെയ്യുക. ഒരാളെങ്കിലും ഞാൻ അപ്രിസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ ഒരാളെടുത്ത് പോയിട്ട് ആളെടുത്ത് പറയണമെന്നില്ല. നമ്മളൊക്കെ ഫുഡ് കഴിക്കുന്ന ആളുകളാണ്, വീട്ടിൽ നിന്നാവട്ടെ പുറത്തുനിന്നാവട്ടെ. അത് ഉണ്ടാക്കി തരുന്ന ഒരാളിന്റെ വീട്ടില്, ഉമ്മ ആവട്ടെ, വൈഫാവട്ടെ, സിസ്റ്റർ ആവട്ടെ, ജസ്റ്റ് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഒന്ന് ഈ ഫുഡ് രസമുണ്ട് കേട്ടോ എന്നൊരു അപ്രിസിയേഷൻ മതി. നിങ്ങൾ ഇതുവരെ കാണാത്തൊരു അടിപൊളിയായിട്ടുള്ള പുഞ്ചിരി അവരെ മുഖത്ത് വേണ്ടി കാണാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോ അതല്ല, നിങ്ങൾക്ക് വരക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, എഴുതുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അവരെ പോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ മതി, എനിക്ക് പോസ്റ്റ് ഇഷ്ടമായിട്ടോ, അല്ലെങ്കിൽ ഇത് രസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിലൂടെ അവരിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് അത് കൊണ്ടുവരും, നിങ്ങൾ അപ്രിസിയേഷൻ. കൂടെ നിങ്ങളും വളരുകയാണ്. അപ്പോൾ അപ്രിഷിയേറ്റ് അതേഴ്സ് ടു ഇംപ്രൂവ് യുവർ സെൽഫ്. ഒന്നുകൂടെ പറഞ്ഞു വെക്കുകയാണ്, നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ അഭിനന്ദിക്കുക. താങ്ക് യു സോ മച്ച്. ആബിദ് പറഞ്ഞു. ഹലോ, ഹായ്, ഞാൻ ആബിദ് മുബാറക്ക്, എറണാകുളം പേരുമ്പാറ എൻ്റെ സ്ഥലം. ഞാൻ ഡിഗ്രി 3rd ഇയർ ജേർണലിസം സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ മൈൻഡ് ലിഫ്റ്റ് എത്തിപ്പെട്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ പറഞ്ഞ റാഹില എന്ന് പറഞ്ഞ ആളായിട്ട് ഞാനൊരു കുറച്ച് പരിചയം ഉണ്ടായി. അങ്ങനെ ആള് ആയിട്ട് പരിചയപ്പെട്ടതിന് ശേഷം തന്നെയാണ് ഞാൻ എങ്ങനെയാണ് എന്റെ ടേൺ ഓവർ ചെയ്യേണ്ടത്, എന്റെ ലൈഫ് എങ്ങനെയാണ് ടേൺ ഓവർ ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തിയാണ് എന്നെ ഗൈഡ് ചെയ്തത്. ലൈക്ക് ഐ വാണ്ട് ടു ബി എ സോഷ്യൽ കാറ്റലിസ്റ്റ്. ലൈക്ക് ഇനി നമ്മുടെ ഓരോരുത്തരുടെ ഫ്യൂച്ചറിലെയും കാര്യങ്ങളിലേക്ക് എങ്ങനെയൊക്കെയാണ് ടേൺ ഓവർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് പിന്നീട് എനിക്ക് റായിലോട് സംസാരിച്ചാണ് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. പിന്നീട് ഞങ്ങൾ തന്നെ ഒരു ഫോം ചെയ്ത ഗ്രൂപ്പിൽ ഒരു മെമ്പർ ആവാൻ പറ്റി. താങ്ക്സ് ഫോർ മൈൻഡ് ലിഫ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ മാജിദ് സാർ ഫോർ യുവർ എവറിഥിങ്. മാജിദ് സാർ പറഞ്ഞതിൽ ഒന്നും എനിക്ക് എന്താ പറയാ കളയാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ഒരു ആളുടെ ലൈഫ് എക്സ്പീരിയൻസ് അത് എക്സ്പീരിയൻസ് ചെയ്ത രീതിയിൽ തന്നെ പറയുമ്പോഴാണ് അതിനനുസരിച്ചുള്ള ഒരു ഹാങ് ഓവർ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ വിശ്വസിക്കേണ്ടത്. പിന്നെ എനിക്ക് പറയാനുള്ള തോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഈ ടേൺ ഓവറിൽ ലൈക്ക് ഈ സോഷ്യൽ കാറ്റലിസ്റ്റ് ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോ തൊട്ട് ഞാൻ എന്റെ മൈൻഡിൽ വന്നേക്കുന്ന ഒരു തോട്ടാണ്, നത്തിങ് ഈസ് വിതൗട്ട് മീനിങ്. ഒന്നും നമ്മൾ ചെയ്യണ ഒരു കാര്യത്തിന് മീനിങ്ലെസ് അല്ല എന്നുള്ള കാര്യമാണ്. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും മീനിങ്ലെസ് അല്ല. അപ്പോ ഒരു വഴിയിലേക്ക് തിരിയുവാണെങ്കിൽ അതിന് മീനിങ് ഉണ്ടെന്ന് വിശ്വസിച്ച് തന്നെ തിരിയുക. അത് ആരും നിന്നെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടില്ല, മിസ്ന പറഞ്ഞ പോലെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അതിനൊരു മീനിങ്ലെസ് ആയിട്ട് നീ ചിന്തിക്കേണ്ട. ഓക്കെ, താങ്ക് യു. ഏത് പറയും? ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഓഡിയബിൾ ആണോ? ഓക്കെയാണ്, സംസാരിച്ചു. ഓക്കെ. എൻ്റെ പേര് യദുകൃഷ്ണ എന്നാണ്. ഞാൻ മലപ്പുറം കോട്ടയ്ക്കൽ നിന്നാണ് എൻ്റെ വീട്. ഓക്കെ, ഞാൻ കറൻ്റ്ലി സെയിൽസ് ഹെഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം മൈൻഡ് ലിഫ്റ്റിൻ്റെ മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മോട്ടിവേഷൻ എന്നുള്ള എല്ലാവർക്കും അറിയാം. നമ്മൾ എവിടെയെങ്കിലും ഒരു സിറ്റുവേഷനിൽ തളർന്ന് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താതാവുമ്പോൾ
മൂന്നാമതൊരാൾ വന്ന് നമ്മളെ ഏത് പോയിന്റിലാണോ നമ്മൾ ഡൗൺ ആയി കിടക്കുന്നത് അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ അഫ്സൽ സാറിന്റെ കേട്ടപ്പോൾ ഒന്നും പറയാനില്ല. ആള് അനുഭവിച്ചത് ഇത്രയാണ്. അതിൽ നിന്ന് ആള് ഇങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും, അതായത് ഇവിടെ 21 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും ആ ഒരു ലെവലിൽ നിങ്ങളെ യുണീക്നെസ് എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഗ്രോത്ത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ അഫ്സൽ സാറിന്റെ ആ ഒരു പോയിന്റ് തന്നെ ഞാൻ എടുക്കുകയാണ്. അതായത് നമ്മുടെ ലൈഫ് എന്നുള്ളത് ഈ മൊമെന്റ് ആണ്. ഓക്കെ, നമ്മളെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് സ്ട്രെസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് സ്ട്രെസ് ആവുന്നുണ്ട്. ഓക്കെ, അതല്ല നമ്മുടെ ലൈഫ് എന്നുള്ളത്. ഇപ്പൊ എന്ത് സംഭവിക്കുന്നു, നിങ്ങൾ ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ ലൈഫ്. ഓക്കെ, ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ ലൈഫ്. അപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞും നിങ്ങളുടെ ആ ലൈഫിൽ ഇവിടുന്ന് കിട്ടിയ കാര്യങ്ങൾ എന്താണോ അത് വെച്ച് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വാളിറ്റി, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കില്ല് കാര്യങ്ങൾ നോക്കുക. അത് നോക്കി കഴിഞ്ഞ ശേഷം, അതായത് മൂന്നാമത് ഒരാൾക്ക് മോട്ടിവേഷൻ വിടുന്നതാണ്. ഓക്കെ, മോട്ടീവ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നീഡ്സ്, നമ്മുടെ വാണ്ട്സ്, നമ്മുടെ ഡിസയർ. ഓക്കെ, ഇതൊക്കെയാണ് മോട്ടീവ് എന്നുള്ള വേർഡിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, നമ്മളെ പലർക്കും നമ്മുടെ നീഡ്സ് എന്താണെന്നും അല്ലെങ്കിൽ നമ്മുടെ വാണ്ട്സ് എന്താണെന്നും കാര്യങ്ങളൊന്നും അറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് മൂന്നാമതുള്ള ഒരാൾ വന്ന് ഒരു മോട്ടിവേഷൻ തന്നിട്ട് നമ്മളെ നീഡ് എന്താണ്, നമ്മുടെ സ്കിൽ എന്താണ്, നമ്മുടെ വാണ്ട്സ് എന്താണെന്ന് മനസ്സിലാക്കി തരും. പക്ഷെ അത് മനസ്സിലാക്കി തരുന്നതോട് കൂടിയിട്ട് ആ പോയിന്റിൽ ആളുടെ അത് കഴിഞ്ഞു. പക്ഷെ ആ മോട്ടിവേഷനിൽ നിന്ന് സെൽഫ് ഇൻസ്പയർ ആവും. ഓക്കെ, ആ സെൽഫ് ഇൻസ്പിറേഷനിൽ നിന്ന് നിങ്ങൾ ആ ഒരു സംഭവം, അതായത് നിങ്ങൾക്ക് എന്താണോ സ്കില്ല്, അതായത് സ്പീക്കിംഗ് ആണ് സ്കില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പീക്കിങ്ങിലോട്ടും, അല്ലെങ്കിൽ ഡ്രോയിങ് ആണ് സ്കിൽ എന്ന് വെച്ചാൽ ആ ഡ്രോയിങ്ങിലോട്ടും. ഓക്കെ, അത് നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്യാതെ ഒന്നും നടക്കില്ല. ഏത് മൊമെന്റിലാണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, എനിക്ക് പറയാനുള്ളതാണ് ട്രൈ. ഓക്കെ, ആര് മോട്ടിവേഷൻ ആണെങ്കിലും ശരി, സെൽഫ് ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ ട്രൈ ഓരോ സിറ്റുവേഷൻ അഗൈൻ ട്രൈ, ഫെയിൽ ആയിക്കോട്ടെ, അഗൈൻ ട്രൈ, ഫെയിൽ ആയിക്കോട്ടെ, അഗൈൻ ട്രൈ, ദെൻ ഫെയിൽ ബെറ്റർ ആവാം. ഫെയിലിൽ നിങ്ങൾ ബെറ്റർനെസ് കാണിക്കാം. ഓക്കെ, ദെൻ അതിൽ നിന്ന് നിങ്ങൾക്ക് സംഭവം ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഓക്കെ, അവിടെയാണ് നിങ്ങളെ ഗ്രോത്ത് കാര്യങ്ങളും നിങ്ങളെ സ്കില്ല് കാര്യങ്ങളും നിങ്ങളുടെ പൊട്ടൻഷ്യൽ കാര്യങ്ങളും സക്സസ് ആവുന്നത്. ഓക്കെ, പറയാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി ട്രൈ ചെയ്ത് മാക്സിമം നിങ്ങൾ എത്തിക്കുക. ഓക്കെ, ആ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങളെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനുണ്ടാവും. അത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച് യദു സാർ ആൻഡ് ടീം ലീഡേഴ്സിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മെസ്സേജും കൂടെ ഉണ്ട്. അത് നോബഡി ഈസ് പെർഫെക്റ്റ്. അത് മാത്രമല്ല, നമ്മൾ പെർഫെക്ഷനിസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം. കാരണം ഞാനോ മിസ്നയോ ആബിദ് മുബാറക്കോ യദു സാറോ ആരും, ഞങ്ങളെല്ലാവരും ഈ ഒരു ഫീൽഡിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊന്നുമല്ല. പക്ഷെ എക്സ്പീരിയൻസ്ഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ ഞങ്ങൾ ഉള്ള സൗകര്യത്തില്, ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയില്, ഉള്ളൊരു സമയത്ത് ഞങ്ങൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഇത് ചെയ്യുന്നു. മാത്രമല്ല, ഇനിയും നിങ്ങൾക്കും അവസരമുണ്ട് ഇതുപോലെ ആർക്കെങ്കിലും ക്ലാസ് എടുത്തു കൊടുക്കാൻ. അല്ലെങ്കിൽ ഓഡിയൻസ് ഇല്ല, എനിക്ക് ഇതുപോലെ ക്ലാസ് എടുക്കാൻ ഇഷ്ടമാണ്, മോട്ടിവേഷൻ ട്രെയിനർ ആവാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അത് റെഡിയാക്കി തരും ഇൻഷാല്ലാ. മാത്രമല്ല, ഒരുപാട് ലൈഫിൽ സ്റ്റക്ക് ആയി നിൽക്കുന്ന ആളുകളുണ്ട്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റാതെ ചില പ്രശ്നങ്ങളിൽ നിന്ന് സ്റ്റക്കായി നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു കൈത്താങ്ങായിട്ടും കൂടിയാണ് മൈൻഡിൽ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. ആൻഡ് വേറൊരു കാര്യം ഷെയർ ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മാജിദ് സാറ് യൂണിക്നെസ്, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കഴിവുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ട്. മറ്റുള്ളവരെ കോപ്പി ചെയ്യാൻ എല്ലാവരെ കൊണ്ടും പറ്റും. ഒരാളെ കണ്ട് കോപ്പി ചെയ്ത് ഫുള്ള് ഒരു കോപ്പി കാറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാല് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മാർക്ക് ഉണ്ട്, അതങ്ങോട്ട് പോയി കിട്ടും. പക്ഷെ നമ്മുടെ ഉള്ളില് റാഹില എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ
നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കഴിവുണ്ട്. അത് തിരിച്ചറിയാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ സ്റ്റക്കായി കിടക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും കയറി വരാനും ലൈഫിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ, ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈച്ച് ഡേ അല്ലെങ്കിൽ ഈ ഓരോ സെക്കൻഡും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മാജിദ് സാറ് പ്രത്യേകിച്ച് ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ അത് ഉടൻ തന്നെ ഈ വീക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് സാറ് പറഞ്ഞത്. ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്ത് തരുന്നതാണ്. നമ്മുടെ മൈൻഡ് ലിസ്റ്റിന്റെ ഇൻസ്റ്റഗ്രാം പേജ് വഴിയും ഇൻഷാല്ലാ ഷെയർ ചെയ്യുന്നതാണ്. മാത്രമല്ല മൈൻഡ് ലിസ്റ്റിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവര് പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. അതിലായിരിക്കും അടുത്ത അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരിക. ആൻഡ് അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ പോരട്ടെ. പറയാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറയാം. മാത്രമല്ല പേടിച്ച് മടിച്ച് നാണിച്ച് നിൽക്കുന്നവർക്ക് ഒരു അവസരമാണ്. നിങ്ങളുടെ ടാലന്റ് അല്ലെങ്കിൽ നിങ്ങളെ സംസാരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ നിങ്ങളെ ഫിയർ എന്ന് പറയുന്ന സാധനം അവിടെ ടാക്കിൾ ചെയ്ത് കയറി വരുന്നു എന്നുള്ളൊരു സംഭവം തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. പതുങ്ങിയിരിക്കുന്നവര് ജസ്റ്റ് ഒന്ന് പുറന്തോട് പൊട്ടിച്ച് കയറി വരിക. പെട്ടെന്ന് തന്നെ ക്യാമറ ഓഫ് ചെയ്താലും കുഴപ്പമില്ല, മുഖം കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളെ ശബ്ദം പുറത്ത് അങ്ങോട്ട് കേൾക്കട്ടെ. അപ്പോ ഓൾ ദ ബെസ്റ്റ് പറയാട്ടോ. ഫീഡ്ബാക്ക് സാറിന്റെ സെഷൻ ഓൾറെഡി അറ്റൻഡ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഷെഫീഖൊക്കെ അവിടെ ഉണ്ട്. ഫീഡ്ബാക്ക് ഒക്കെ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫീഡ്ബാക്ക് അറിയിക്കുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ടുള്ള ഓരോ ഇൻഡിവിജ്വലിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. നമുക്ക് പലപ്പോഴും അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. എല്ലാം ചോയ്സ് ആൻഡ് ബൈ സക്സസ് എന്നാണ് പറയാ. ഇപ്പോ ഈ സമയത്ത് നമുക്ക് പലർക്കും പല കാര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഇത് ചെയ്തത് എന്റെ സെൽഫിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്കൊന്നുകൂടെ ഇമ്പ്രൂവ് ആണെന്നുള്ള ലക്ഷ്യത്തിലാണല്ലോ. അതിനുവേണ്ടി ഇവിടെ വന്നിട്ടുള്ള ഓരോ ഒരാളെ ഷോപ്പിൽ നിന്നാണ് ക്ലാസ് എൻഡിറ്റ് ചെയ്യുന്നത്. ഇതൊന്ന് ജഷീർ എന്ന് പറഞ്ഞ ആളെ പേഷ്യൻസ് നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് വേണ്ടത്. മറ്റു തിരക്കുകൾ ഉണ്ടായിട്ടോ കസ്റ്റമറിന്റെ ഡീലിംഗ് ഉണ്ടായിട്ടും ഇത് എനിക്ക് വേണ്ടതാണെന്ന് അറിഞ്ഞിട്ടുള്ളതാണ്. പഠിച്ചോൻ അതിലേക്ക് അവർ എത്തിച്ചിട്ടുള്ളതിന്റെ ഒരു റീസൺ ഉണ്ട്. നമുക്കറിയില്ല. അഫ്സൽ സർ പറഞ്ഞ പോലെ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ. ഇവിടെ വന്നിട്ടുള്ള ജഷീർ, ഷെഫ് ലോക്സ്, ഗീതു, അവനിക, ഹുസ്ന, ജസീല, ഷക്കീല, ഷമാസ്, എസ് ജെ, റെഡ്മി 8, ഷെറിൻ, ഹബീബ, ജെആർ, ആരിഫ, ഐഷ, അഷ്റഫ്, സഫ, അലീന, ഈ മെമ്പേഴ്സിനെ ഹേർട്ട്ഫുൾ ആയിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കൂടെ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്താൽ പോരാ, അതിൽ ഒരുപാട് ആളുകളുടെ ഓഡിയൻസ് വേണം. കൂടെ ഞങ്ങൾ മാജിദ് സാറിന് ഒന്നുകൂടെ താങ്ക്സ് അറിയിക്കുകയാണ്. ഇനി നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് പറയാം. രാഹില പറഞ്ഞ പോലെ വേറെ അഭിപ്രായം ഉയർത്താൻ വേണ്ടി മടിച്ചു നിൽക്കൊന്നും വേണ്ട. നിങ്ങളുടെ ശബ്ദങ്ങളാണ് നിങ്ങൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് നിങ്ങൾ ആരാണെന്നോ ഐഡന്റിറ്റി എന്താണെന്നൊന്നും അറിയില്ല. നിങ്ങൾ പറയുന്ന ശബ്ദത്തിൽ നിന്നും ഞങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നു. എല്ലാവരും അപ്പോ ഫീഡ്ബാക്ക്. ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാണ്. നിങ്ങളെ ഫീഡ്ബാക്ക് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്, ഓക്കെ, ആ ഒരു പോയിന്റ് കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമ്മളെ അതിൽ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ എനിക്ക് ഒറ്റൊരു കാര്യം കൂടെ പറയണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാല് ഇത് ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്, ഈ മൈൻഡ് ലിഫ്റ്റ് ടീം. കാരണം എന്താ അറിയോ, ഞാനിപ്പോൾ ആലോചിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം, അല്ലെങ്കിൽ എനിക്കൊരു കോച്ച് ആവണം എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിയ സമയത്ത് ഇതേപോലെ എന്താ പറയാ, ഒരു സപ്പോർട്ട് ഒന്നുമില്ലാതെ തുടങ്ങണം. എങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തു നോക്കിയാൽ കാണാം. എനിക്ക് ഒരു സമയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കണം തോന്നി. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റോറി പറഞ്ഞതാണ്. എനിക്ക് ആ സമയത്ത് ജലദോഷമുണ്ട്, പനിയുണ്ട്, താടി ഇതൊന്നും ഇല്ലാണ്ട്, അന്ന് ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ആയതുകൊണ്ട് അവിടെ ഒരു സ്റ്റാഫിനും താടിയൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കോലത്തിലുള്ള ഇതിങ്ങനെ പറയുന്നതാണ്. ഞാന് ഒരു കഥ പറയാൻ പോവാണ്. അങ്ങനൊക്കെ നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഉള്ളത് വെച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെന്താ സംഭവിക്കുക അറിയോ, നമ്മൾ എഫേർട്ടും നമ്മളുടെ മൈൻഡിലെ കൺവിക്ഷൻ, ആ കാര്യം നടത്തിയെടുക്കാനുള്ള ഡീറ്റർമിനേഷൻ അനുസരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകൾ ഇങ്ങനെ സൈഡിൽ നിന്നും വലങ്ങും. നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകൾ മാത്രമല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആയി ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റഡ് ആയി വരും. അതേപോലെ ഓരോ ക്ലാസ് എടുക്കുമ്പോൾ അപ്ഡേറ്റഡ് ആയി വരും. അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകൾ, ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് ഹുസ്ന നസ്രിൻ മാം, അതേപോലെ മുംതാസ്ത, അതേപോലെ ഗൈഡ് ഐഡിയൻ, അങ്ങനെ ആളുകൾ, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളെ പ്രോഗ്രാമിന് വന്നു. ഫസ്റ്റ് പ്രോഗ്രാം ആയിട്ട് പോലും അതെന്താ സംഭവം, നമ്മൾ അങ്ങനെ നമ്മളുടെ ഫുൾ പാർട്ട്, ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ
നമ്മുടെ പാതിയിലുള്ള 100% നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പാതിയിൽ ഓട്ടോമാറ്റിക് വന്നോളും. പക്ഷെ എന്താ സംഭവം, അധികം ആൾക്കാരും തന്റെ പാതിയിലുള്ളത് ചെയ്യാൻ റെഡിയല്ല. ഇനി മറ്റുള്ളവർ എന്തോ പറയോ കളിയാക്കോ അങ്ങനെ വിചാരിച്ചു നിന്നാലിപ്പോ ഇവരിപ്പോ തുടങ്ങിയ കണ്ടില്ലേ, ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള, ഞാൻ എന്താ പറയാ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. താങ്ക് യു സോ മച്ച്. ഇത് ശരിക്കും നിങ്ങൾ ചെയ്യുന്ന ഈ പ്രോസസ്സ് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്, ഉള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഫസ്റ്റ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ റെഡിയാണെന്ന് പറയാൻ കാരണം, ഞാൻ ഇതേപോലെ പലരെയും പോയി മീറ്റ് ചെയ്ത സമയത്ത് അവര് പറഞ്ഞൊരു യെസ് ആണ്. ഞാൻ ശരിക്കും ഇപ്പൊ കുറച്ച് ആളുകളെ മുന്നിൽ ക്ലാസ് ഒക്കെ എടുക്കാൻ മാത്രം എന്നല്ല എടുക്കാൻ തുടങ്ങിയത്. കുറെ ആളുകൾക്ക് എടുത്തിട്ടൊന്നുമില്ല ഇപ്പോഴും, പക്ഷെ ഇപ്പൊ തുടങ്ങിയത് തന്നെ അങ്ങനെ പല ആളുകളുടെയും ഹെൽപ്പ് കൊണ്ടും കനിവ് കൊണ്ടും കൈൻഡ്നസ് കൊണ്ടുമാണ്. അപ്പൊ ഇതേപോലെ നിങ്ങളും ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് നിങ്ങളൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ ശരിക്കും മൈൻഡ് വാലി എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ ആപ്പൊക്കെ ഉള്ളത് അതേപോലൊക്കെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഓരോ ടീമുകളെ കൊണ്ടുവന്ന് ക്ലാസ്സുകൾ കൊടുക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചിട്ട് അവർ സ്പ്രെഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സംഭവം നിങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്തിക്കാൻ പറ്റും. അപ്പൊ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. താങ്ക് യു സോ മച്ച് അഗെയിൻ, വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. കീപ് ഗോയിങ്. അപ്പം ബാക്കിയുള്ളവർ ആരെങ്കിലും എല്ലാവരും ഫീഡ്ബാക്ക് അതെ ഹായ്, കേൾക്കുന്നുണ്ടോ? ഓഡിയബിൾ ആണ്, പറഞ്ഞോളൂ. ഓക്കെ, എൻ്റെ പേര് ഷെറിൻ എന്നാണ്. എൻ്റെ വീട് വയനാടാണ് വരുന്നത്. വർക്ക് ചെയ്യുന്നത് ഞാൻ കോഴിക്കോടാണ്. അപ്പം എനിക്ക് മെയിനായിട്ട് താങ്ക്സ് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ ഫുൾ ടീമാണ്. കാരണം ഇപ്പം ലാസ്റ്റ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എല്ലാവരും അത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആൾക്കാരല്ല, സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞ സമയത്ത് ഓക്കെ ഇവർ സ്റ്റുഡൻസ് ആയിരുന്നു, അവർ ഇത്രയും വലിയ ഇനിഷ്യേറ്റീവ് എടുത്തേ എന്നൊരു സംഭവം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെ പോലെ മീൻസ് ഭയങ്കര വലിയൊരു ടീമാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്താണ് ഡിഗ്രി സ്റ്റുഡൻസ് ആണ്, അതുപോലെ തന്നെ തേർഡ് ഇയർ സ്റ്റുഡൻസ് ആ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇവർക്ക് ഇത്രയും പറ്റുന്നുണ്ടല്ലോ എന്നുള്ള സാധനം നമുക്ക് അപ്പൊ തന്നെ നമ്മൾ ഇൻസ്പയർഡ് ആണ്. ഓക്കെ, നമുക്കും പറ്റും എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സാറിന്റെ സെഷൻസും പറയാൻ ഒന്നുമില്ല. മീൻസ് നേരത്തെ ആബിദ് പറഞ്ഞ പോലെ ഒരാളൊരു ലൈഫ് നമ്മൾ പറയാന്ന് പറയുമ്പം ഞാനിപ്പോ എന്റെ ഒരു കാര്യം എന്റെ ലൈഫിൽ നടന്നൊരു കാര്യം ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ അതുപോലെ സാറിന്റെ ലൈഫ് കേൾക്കുമ്പോ തന്നെ ഓക്കെ നമുക്ക് ഇത്രയൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ലൈഫിൽ പിന്നെയും ആ ഒരു എനിക്ക് എന്തെങ്കിലും ആവണ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെയും കുറച്ച് വർക്ക് എടുക്കാതെ ഉള്ളത് മതി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് സാറിന്റെ ലൈഫ് കേൾക്കുമ്പോൾ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്, നമുക്ക് ഇനിയും ട്രൈ ചെയ്ത് നമുക്ക് ലൈഫിൽ എന്തൊക്കെ നേടാനുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ എന്റെ ടീമിനോട് താങ്ക്സ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഫീഡ്ബാക്ക് വരണം. ഞാൻ എനർജി ബാക്കിയുള്ള ആളുകൾക്ക് സ്പ്രെഡ് ചെയ്യാണ്. ഇനി അടുത്ത ആള് വരും. താങ്ക് യു സോ മച്ച്. ഹലോ, എൻ്റെ പേര് ജഷീർ. ഞാൻ മസ്കറ്റിൽ നിന്നാണ്, ഒമാനിൽ നിന്നാണ്. ഞാൻ ഇതിനു മുന്നേ നേരത്തെ ക്ലാസ് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു തെസ്നി, നമ്മളെ ഫൈറൂസ ഓരുള്ള സമയത്തുണ്ട്, സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ട്. ഇപ്പൊ കുറെ ആയിട്ട് ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. മറ്റേത് രാവിലെ അവരെ തെസ്നീന്റെ ഒരു മോട്ടീവ് ഒക്കെ കിട്ടിയിരുന്നു. ഇപ്പൊ ആ ക്ലാസ് ഒന്നും കാണാനില്ല. അങ്ങനെ ഇപ്പൊ ഒത്തിരി നാൾക്ക് ശേഷം തോന്നുന്നുണ്ട് ഈ ഗ്രൂപ്പിൽ തന്നെ ഒരു മെസ്സേജ് ആയിട്ട് കണ്ടത്. അപ്പൊ എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. മാജി സാറ് പറഞ്ഞ പോലെ മാജി സാറിന്റെ ഒരു മോട്ടീവാണ് നമ്മളിവിടെ എത്തിയത്. കാരണം ഞാൻ സാറെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജോലിയൊന്നും ഇല്ലാണ്ട് ഇരുന്ന സമയമായിരുന്നു. ഒരു റംസാൻ കഴിഞ്ഞ സാറ് ആ സമയത്തൊക്കെ ഡെയിലി ഇവരെ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഫൈറൂസിനെ ഞാൻ യാദൃശ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വെച്ചിട്ട് കണ്ടതാണ്. അവള് വർക്ക് ചെയ്ത മൈത്ര ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ തെസ്നി ഞങ്ങളെ നാട്ടുകാരായിരുന്നു, അത് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് കണ്ടവരാണ് മനസ്സിലായത്. അങ്ങനെ ഉള്ളതിലാണ് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ടിട്ട്. ആ സമയത്ത് ഇത് കേട്ട് സാറെ ക്ലാസ് കേൾക്കലുണ്ട്. തെസ്നിയും പിന്നെ ഫൈറൂസ നേരത്തെ ഉള്ള അറിയായിരുന്നു.
അങ്ങനെ വന്ന് ഇപ്പൊ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഇത് കേട്ടത്. എന്തായാലും നിങ്ങളെ പരിപാടി നല്ല ഉഷാറായിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒരു എനർജിയാണ് ഇപ്പൊ ഈ ഇരിക്കുന്നത്. സാറെ ക്ലാസ് കേട്ടതിൽ വളരെയധികം സന്തോഷം. കുറെ ആയി കേട്ടിട്ട് അതിനുള്ള സമയം കിട്ടിയിരുന്നില്ല. എന്തായാലും സന്തോഷം. പുതിയ ആൾക്കാർക്ക് നന്നായി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാ. ഓക്കെ, താങ്ക് യു. അടുത്ത ആള് വരുമോ? സമയം എടുക്കില്ല, പെട്ടെന്ന് വരും. അടുത്ത ആൾക്കാരൊക്കെ പറ. നിങ്ങൾ പറയണ ഓരോ കാര്യവും ഇവിടെ ഇൻഫോർമേഷൻ ആയിരിക്കും. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ നത്തിങ് ഈസ് മീനിങ്ലെസ്. സോ ദാറ്റ്സ് വൈ എന്തിനൊക്കെ പറ. നിങ്ങൾക്ക് പറയാനുള്ള എന്താ വെച്ച് പറഞ്ഞോ. നിങ്ങളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മാജി സാർ പറഞ്ഞു തന്നൊരു കാര്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള എന്താ വെച്ച് നിങ്ങൾക്ക് പറയാം. പറ്റിയ അവസരം അത്. സംസാരിക്കാൻ അറിയാത്തതിന്റെ പേരിൽ ആരും മാറി നിൽക്കരുത്. നമ്മളെല്ലാരും സംസാരിച്ചിട്ട് തന്നെയാണ് പഠിക്കുക. എല്ലാരും മാക്സിമം ഒരു മുന്നോട്ട് മിനിറ്റ് വരിക. ഒരു 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 മിനിറ്റ് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഈ റംസാന്റെ സമയത്ത് ജോലി ഇല്ലാത്ത സമയത്ത് എന്റെ ഫാമിലി ഇവിടെ ആയിരുന്നു. ഞാൻ നാട്ടിലേക്ക് പോകണോ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു ഉണ്ടായിരുന്നു. ഒരുപാട് ആലോചിച്ചിട്ട് നിന്ന് പിന്നെ എന്നെക്കാട്ടിയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്തൊക്കെ ആയി പോയിട്ട് ഇവിടെ നിന്ന് ഇപ്പൊ അൽഹംദുലില്ലാ ജോലിയായി. ഫാമിലി മക്കൾ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ട് അതൊരു മൈൻഡ് ശരിക്കും പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. വേറെ പോയി കളയാ മതി, ക്യാൻസൽ ആക്കിയിട്ട് ഇനി നാട്ടിൽ കൂടാന്നൊക്കെ ഉള്ള പരിപാടിയായിരുന്നു. പിന്നെ ഡെയിലി ഇവരെ ക്ലാസ് അറ്റൻഡ് ചെയ്യായിരുന്നു. എല്ലാ ക്ലാസ്സും ഓഡിയോ മെസ്സേജ് വന്നിരുന്ന എല്ലാ ക്ലാസ്സും കേട്ടിരുന്നു. അപ്പൊ അൽഹംദുലില്ലാ സന്തോഷം. ആ ഒരു മോട്ടീവാണ് എന്നെ ചിലപ്പോ എനിക്ക് വഴി മാറ്റി വിട്ടതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ എന്നിട്ട് തെസ്നി ഇടക്ക് മെസ്സേജ് ചെയ്യും. ഫെറോസ കൂടെ ചാറ്റ് ചെയ്യാറുണ്ട്. അന്നേരം സംസാരിക്കാറുണ്ട് ഈ വിഷയം. എന്നിട്ട് വൈഫിനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. അവളും ഇതേപോലെ ക്ലാസ്സിൽ മാജി സാർ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും, ഒരു സുമയ്യ എന്ന് പറഞ്ഞിട്ട്. ശ്രദ്ധിച്ച് കാണുമായിക്കാരം. അന്ന് പുള്ളി ഇതേപോലെ ജോലിയൊന്നും ആവാതെ ടെൻഷൻ അടിച്ചിട്ട് എന്താ ചെയ്യുക, ഒരു പൊടുത്തും ഇല്ലാതൊക്കെ നിന്നിരുന്നു. അതിനകത്തുനിന്ന് അവള് റിക്കവർ ആയി ഇപ്പൊ ഇവിടെ ഒരു KEന്റെ കീഴിലുള്ള ഒരു മദ്രസയിൽ അധ്യാപികയായിട്ട് പോകുന്നുണ്ട്. ഇല്ല. ഹലോ, പറഞ്ഞോളൂ. എൻ്റെ പേര് ഷെഫിൻ എന്നാണ്. പാലക്കാടാണ് സ്വദേശം. ഞാൻ മാജി സാറിൻ്റെ എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് ബാച്ചാണോ സെക്കൻഡ് ബാച്ചാണോ അറിയില്ല, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിനെ എനിക്ക് മുമ്പ് പരിചയം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. നമ്മളുടെ ലക്ഷ്യം എന്താണ്, നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്, നമുക്കിനി ഭാവിയിൽ എന്താവണം, അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ച് ആയിരിക്കും. അത് ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്താൽ, ഞാൻ ഇപ്പോഴും എൻ്റെ കയ്യിൽ സാറിൻ്റെ നോട്ട്സ് ഇപ്പോഴും ഉണ്ട്. ഇന്നലെ അടക്കം ഞാൻ ചുമ്മാ എടുത്ത് നോക്കി. ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ളത്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ആക്കാത്തത്. ഞാൻ ജസ്റ്റ് വന്ന് നോക്കിയിട്ട് പോയി. ഇവിടെ എൻ്റെ ചില പരിമിതികളുള്ളതുകൊണ്ടാണ് ഞാൻ ഓഡിയോ ആയിട്ട് മെസ്സേജ് വിടുന്നത്. പിന്നെ ഒരു തവണയെങ്കിലും ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറേ കാലം ജീവിച്ചു മരിക്കുന്നതിനപ്പുറം നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാനും അതിൽ നമ്മൾ എങ്ങനെ അതിൽ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതും എല്ലാം അതിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ ഈ ടീമിനെ ഞാൻ ഫസ്റ്റായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, കാരണം ഇത്ര ചെറിയ പ്രായത്തിൽ നിങ്ങളൊരു വലിയൊരു ഇനീഷ്യേറ്റീവ്, നിങ്ങളൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് ഇത്രയും ലേറ്റായി പോയില്ലേ എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. കാരണം ഇനി ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്, അവരൊക്കെ തോന്നുന്ന പോലെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് അവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ ഒരു നല്ലൊരു ഇൻസ്പിറേഷനാണ്. പിന്നെ അതിൽ പറയുന്ന കാര്യങ്ങളുണ്ടാവും, അതൊക്കെ കറക്റ്റ് നോട്ട് ഡൗൺ ചെയ്തിട്ട് ഓരോന്നായിട്ട് പതുക്കെ നമ്മൾ ചെയ്തു തുടങ്ങിയാൽ മാറ്റം വരും. പിന്നെ സാറ് പറഞ്ഞ സ്റ്റോറി ഞങ്ങൾക്ക് നല്ല ഇൻസ്പയർഡ് ആയിരുന്നു ആദ്യം തന്നെ. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് പുള്ളിയെ പരിചയമുണ്ട്. ഞങ്ങൾ ഒരു സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പോൾ വളരെ ഇൻസ്പയറിംഗ് ആണ്. ഇനിയും ഇതുപോലത്തെ പ്രോഗ്രാം, തസ്നീബാനും അവരുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. ഞാനും വൈഫും ഫാമിലിയായിട്ട് പങ്കെടുത്തിരുന്നു. ഫൈറൂസ അവരൊക്കെ അടങ്ങിയ മെഡിറ്റേഷൻ ഒക്കെ അടങ്ങിയ ഒരു പ്രോഗ്രാം ആയിരുന്നു മുമ്പ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ വാക്കുകൾ വർണ്ണിക്കുന്നില്ല, ഒരു തവണ പങ്കെടുത്താൽ അത് മനസ്സിലാവും. പിന്നെ നിങ്ങളുടെ ഈ ഇത്ര യങ്ങസ്റ്റ് ആയിട്ടുള്ള ടീം ഇതിന് മുന്നോട്ട് വന്നതിൽ ഞാൻ ഒരുപാട് നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇനിയും ഒരുപാട് ആളുകൾ ഇതിലേക്ക് നിങ്ങളുടെ ആ ഉദ്ദേശങ്ങൾ ഇതൊക്കെ
ദൈവം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ഷെഫിൻ, പാലക്കാടാണ് സ്വദേശം. താങ്ക് യു സോ മച്ച്. നിങ്ങളാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു കേട്ടോ. ഷെഫ് ബ്ലോഗ്സ് എഴുതിയപ്പോ ആള് UAE എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഹലോ ഹലോ ഓക്കെ, പറഞ്ഞോളൂ ഓടി പറഞ്ഞു. സർ, എൻ്റെ പേര് ഗീതു എന്നാണ്. ഞാൻ കൊല്ലങ്കോട് പാലക്കാടാണ്. ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം എന്ന ഇതിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഞാനും ഒരു ട്രെയിനിങ് ഫീൽഡിൽ, അതായത് സോഫ്റ്റ് സ്കിൽ അക്കാഡമിയിലെ CGO ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ് ചെയ്യുന്ന പ്രോഗ്രാം എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഇതില് ഇനിയും എന്താ പറയാ പങ്കെടുക്കാൻ ഇനിയും താല്പര്യമുണ്ട്. മാത്രല്ല ഇനി സാറിന്റെ ക്ലാസ് എനിക്ക് കിട്ടിയിട്ടില്ല. സോറി സർ, എനിക്ക് ലാസ്റ്റ് മിനിറ്റിലാണ് ജോയിൻ ചെയ്യാൻ പറ്റിയത്. കുഴപ്പമില്ല, ഞാൻ അത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഇനി ക്ലാസ്സിൽ പങ്കെടുക്കാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പോ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു സർ. ഓക്കെ, വേറെ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. താങ്ക് യു. ഓഡിയബിൾ ആണോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. പറഞ്ഞോ. ഞാൻ ക്ലാസ്സിൽ ജോയിൻ ആവാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ലേറ്റ് ആയിന്നല്ല, കുറച്ചധികം. ഏകദേശം ക്ലാസ് സ്റ്റോപ്പ് ആവാൻ നേരത്താണ് ഞാൻ ജോയിൻ ആയത്. ചാർജിലായിരുന്നു, ചാർജിൽ ഇട്ടാണ്. അത് കഴിഞ്ഞ് കയറിയപ്പോഴാണ് മാജി സാറ് മെസ്സേജ് കണ്ടത്, പെട്ടെന്ന് ജോയിൻ ആവുക എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്കും മാജി സാറെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. മാജി സാറെ കുറിച്ച് പറയാനൊന്നുമില്ല, ഒരുപാടുണ്ടാവും, പറഞ്ഞു തുടങ്ങിയാൽ തീരൂല, അത്രയും ഉണ്ട്. ഞാനിപ്പോ മാജി സാറിന്റെ ലാസ്റ്റ് ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. പറഞ്ഞ് തുടങ്ങിയാ പിന്നെ തീരൂല, അത്രയും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പേഴ്സണലി എല്ലാവർക്കും അറിയുന്ന ആളാണല്ലോ മാജി സാറ്. അപ്പൊ എനിക്കിവിടെ സംസാരിക്കാൻ തോന്നിയത് എന്താന്ന് വെച്ചാല്, ഞാനിപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മാജി സാറിന്റെ തന്നെ ക്ലാസ്സിലുള്ളതാണ്, ലാമി എന്ന് പറയും. എന്റെ GC പേരൊക്കെയാണ്. അപ്പം ആളെ ഞാൻ ഇന്ന് ജസ്റ്റ് കോൾ ചെയ്തപ്പോ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചപ്പോ അതിന്റെ കൂടെ പറഞ്ഞിരുന്നു നമുക്കും ഇതേപോലൊക്കെ ഇറങ്ങണ്ടേ. അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞു നമ്മൾ GCTB കഴിഞ്ഞിട്ടാണോ ഇറങ്ങുന്നത്, അപ്പം അതല്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ സംസാരിച്ച്. അപ്പം ആ ഒരു ടൈമിൽ അവള് പറഞ്ഞു, അപ്പം നമ്മൾ തന്നെ ഫസ്റ്റ് ഒന്ന് സെറ്റ് ആയതിനു ശേഷമല്ലേ ഇതിലേക്ക് ഇറങ്ങുക എന്നുള്ളതൊക്കെ പറഞ്ഞ്, അപ്പം ഇൻഷാല്ലാ നമുക്ക് സെറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു ഇതിൽ കയറി നോക്കിയപ്പോ നിങ്ങൾ ഓരോരുത്തരും ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്തെന്ന് പറഞ്ഞാല് നിങ്ങളെല്ലാവരും ആ ഒരു 100% ഇതില് എന്താ പറയാ ഫുൾ എല്ലാം പഠിച്ച് തികഞ്ഞിട്ടുള്ള ആളുകളല്ല, ഇതിലേക്ക് ഓരോ സ്റ്റെപ്പ് എടുത്തിട്ടുള്ള ആളുകളും. അപ്പൊ എന്തോ നിങ്ങള് ഞങ്ങൾക്ക് പാസ് ചെയ്ത് തന്നിട്ടുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാല് ഞങ്ങൾക്കും കൂടി എന്താ പറയാ ഒരു ഞങ്ങളും ഫുൾ എന്താ പറയാ ഞങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതാണ് നിങ്ങളിലൂടെ ഞങ്ങൾക്ക് പാസ് ചെയ്ത് തന്നിട്ടുള്ളത്. ഭയങ്കര ഒത്തിരി ഹാപ്പിയായി നിങ്ങളുടെ എല്ലാവരുടെയും. ഞാൻ ലാസ്റ്റിലാ ജോയിൻ ചെയ്തതെങ്കിലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോ ഒക്കെ പറഞ്ഞത് കേട്ടിട്ട് ഭയങ്കര ഹാപ്പിയായി. അടിപൊളിയാണ്. ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും ഇൻഷാല്ലാ. എല്ലാ സപ്പോർട്ടായിട്ട് നമ്മളൊക്കെ കൂടെ ഉണ്ടാവും. മാജി സാറെ കൂടെ ഉണ്ട്, നിങ്ങളെ കൂടെ ഉണ്ടാവും ഇൻഷാല്ലാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സ്ന. അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മുന്നോട്ട് വരിക. എല്ലാ സമയത്തും ഓപ്പർച്യൂണിറ്റി തരാനോ അല്ലെങ്കിൽ ഒരാൾ പുഷ് ചെയ്യാനുണ്ടാവില്ല. പെട്ടെന്ന് വരിക, അവിടെ ആരും ജഡ്ജ് ചെയ്യാനോ ഒന്നുമില്ല. എല്ലാവരും ഇനീഷ്യൽ സ്റ്റെപ്പ് എടുത്ത് വരുന്നവരാണ്. ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ലക്ഷ്യം ഉണ്ടാവില്ല, അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ ആവശ്യങ്ങൾ ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഇതെല്ലാവരും മുന്നോട്ട് വരിക. ഇവിടെ ഒരു JR എന്ന് പറഞ്ഞ ആളെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാമോ? ഒരാൾക്ക് കൂടെ പറയാം. ഫീഡ്ബാക്ക് പറയുന്നത് അറിയിക്കുന്നത് ഫീഡ്ബാക്ക് തന്നെ ആണെന്നില്ല. നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ പറയാം. തമിഴാണോ മലയാളമാണോ ഇംഗ്ലീഷ് ആണോ ഏതിലും പറഞ്ഞു, കുഴപ്പമില്ല.
നിങ്ങൾ തിരിച്ചില്ല നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് സംസാരിക്കാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം. Hello, this is Shakila from Port Blair. Hello. ഹലോ, ഓഡിബിൾ ആണ്, സംസാരിച്ചോളൂ. Okay. So I feel it's a blessing that you are making efforts to inspire others to bring a little positive change in others' lives. And as you guys said, that nobody's life is so perfect. Everyone here is silently going through something. And even I believe that these little efforts to inspire someone or uplift them is a much needed thing in today's world. I really appreciate your teamwork in this field. So thanks to you. And it was really a great session. Thank you so much, ma'am. താങ്ക് യു ഷക്കീല മാം. നെക്സ്റ്റ് വൺ, ഒരു JR എന്നുള്ള ആള് കാണുന്നുണ്ട്. ആള് എന്തെങ്കിലും പറയാനുണ്ടോ? JR, നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് അറിയിക്കാമോ? നമ്മൾ പേര് അറിയാത്തതുകൊണ്ടട്ടെ JR എന്ന് വിളിക്കുന്നത്, അതാണ് നമുക്ക് കാണുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അവൈലബിൾ അല്ല. അൺമ്യൂട്ട് സംസാരിക്കുന്നുണ്ടോ? അവര് സംസാരിക്കുന്നില്ല എന്ന് തോന്നുന്നു. മിസ്സിനെ വൈൻഡപ്പ് ചെയ്തോളുന്നാലും. നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. അപ്പോ ഒന്നുകൂടെ താങ്ക്സ് പറയാനുള്ള മാജിദ് സാറിന്റെ തന്നെയാണ്. നമ്മള് ഒരു എക്സ്പെക്ടേഷൻ കണക്ട് ചെയ്ത് നോക്കാം എന്നൊരു ഓപ്ഷൻ കണക്ട് നമ്മളെ സപ്പോർട്ട് ആയിട്ടാണ് പുതിയൊരു കമ്മ്യൂണിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. പലർക്കും ഉള്ളത് ഓഡിയോ ഒന്ന് കട്ടായി പോണ്ടേ? ഓക്കെ, എന്തെങ്കിലും പറയാമോ? ഇംഗ്ലീഷ് വന്നു തോന്നുന്നു. ആബിദ് പറയുന്ന ഓഡിബിൾ അല്ല. അപ്പൊ ഗൈസ്, നമ്മള് ഈ പരിപാടി, നമ്മുടെ ഈ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെ യൂണീക്നെസ് പുറത്തെടുക്കാനുണ്ടായി. സാറിന് നേരത്തെ ഒരു PDF, ഒരു PPT, ഒരു ഫയൽ നമുക്ക് ഒന്ന് ഷെയർ ചെയ്തത്. ലൈക്ക് അതിനകത്ത് നമ്മുടെ ഇന്റലിജന്റിനെ കുറിച്ച് സംസാരിക്കണ്ട. ലൈക്ക് നമുക്ക് ഓരോരുത്തരുടെയും ഓരോ ഇന്റലിജന്റ് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരു കുറച്ച് ടോപ്പിക്സ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്തേക്ക് മനസ്സിലായെന്ന് വെച്ചാൽ വി ഓൾ ഹാവ് എ മാർവലസ് പവർ. എല്ലാവർക്കും ഓരോ പവർ ഉണ്ട്. ഇപ്പൊ നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ എന്തൊക്കെയോ പവർ ഉള്ള കുറെ ആൾക്കാരെ കാണുന്ന പോലെ തന്നെ നമ്മുടെ മൈൻഡിൽ കിടക്കുന്നൊരു പവർ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്നൊരു പവർ, അത് ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ കമ്മ്യൂണിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നതെല്ലാം. അപ്പോ നമ്മളുടെ കമ്മ്യൂണിറ്റി ഇനിയിപ്പോ അടുത്ത ഒരു ദിവസം ഒരു ക്ലാസ് ഇതൊരു സെഷൻ വെക്കുന്നുണ്ട്. അത് നമുക്ക് റാഹില ഒന്ന് ഇൻഫോം ചെയ്യാതെ. ജസ്റ്റ് 7 day വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ആൻഡ് നമ്മളിത് മണി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നതല്ല. ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അത് ഒരാളാണെങ്കിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മള് കൊടുക്കും. പ്രോഗ്രാമിൽ എന്തെങ്കിലും ഒരു മാറ്റം അവർക്കും നമുക്കും പരസ്പരം പഠിക്കാനും ആൻഡ് ഒരുമിച്ച് ഗ്രോ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മള് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് നമ്മള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും കേട്ടോ. ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണ് ആദ്യം വെക്കുക. ജസ്റ്റ് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ആൻഡ് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്യും കേട്ടോ. ആൻഡ് താങ്ക് യു സോ മച്ച്. നമ്മളത് വൈൻഡപ്പ് ചെയ്യണം. ആൻഡ് മാജിദ് സാറിന് കൂടെ താങ്ക് യു സോ മച്ച്. ആൻഡ് ഒന്നും പറയാനില്ല, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ആൻഡ് പഠിച്ചവനോടും നന്ദി പറയുന്നു. എൻ്റെ ടീമിനോടും ഞാൻ വലിയൊരു നന്ദി പറയാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ക്ലോസ് ചെയ്യട്ടെ. അഭി, താങ്ക് യു.